آت محمدا الوسيلة والفضيلة وبعد مقام محمود الذي وعده. اللهم رضيت بالله ربا والإسلام دينا وبمحمد صلى الله عليه وسلم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض ഉഇദ്ദത് ലിൽമുത്തഖീൻ. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ സംരക്ഷകനും പരിപാലകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗം ആഗ്രഹിക്കുന്ന, നരകത്തെ ഭയപ്പെടുന്ന യഥാർത്ഥ മുത്തഖികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പ്രതീക്ഷകളും പ്രാർത്ഥനകളുമായി നമ്മളൊക്കെ കാത്തിരുന്ന വിശുദ്ധ റമദാൻ ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ആ റമദാനിന്റെ ദിനരാത്രങ്ങളെ വളരെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്കൊക്കെ പടച്ച റബ്ബ് ആയുസ്സും ആരോഗ്യവും ഈമാനുമൊക്കെ നൽകി നമ്മളെ അനുഗ്രഹിച്ചു. എത്രയോ ആളുകൾ, നമ്മുടെ ചുറ്റുഭാഗത്ത് ജീവിക്കുന്ന ആളുകൾ, അവർക്ക് ഈ റമദാനിന്റെ പുണ്യത്തെ നേടിയെടുക്കാൻ പറ്റിയിട്ടില്ല, അതിന് സാധിച്ചിട്ടില്ല, അവർക്ക് കഴിഞ്ഞിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ചെയ്യുന്ന ഒരു വലിയ അനുഗ്രഹമാണ് നന്മകൾ ചെയ്യുവാൻ സാധിക്കുക എന്നത്. ചില ആളുകൾക്ക് അല്ലാഹു അത് തടഞ്ഞു വെക്കും. ചിലപ്പോ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ തന്നെ അവർക്ക് നിസ്കരിക്കണമെന്ന് വിചാരിച്ചാൽ നിസ്കരിക്കാൻ പറ്റണില്ല. ദാനം ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് ദാനം ചെയ്യാൻ പറ്റുന്നില്ല. ഖുർആനൊന്ന് ഓതണമെന്ന് അവർക്ക് കൊതിയുണ്ട്, പക്ഷെ ഓതാൻ പറ്റുന്നില്ല. അവർക്ക് ആ നന്മയിലേക്ക് പോകാൻ പറ്റുന്നില്ല. മനുഷ്യർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തമാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. നമ്മൾ അള്ളാഹുവിനെ അങ്ങേയറ്റം സ്തുതിക്കണം. അള്ളാഹു അവന്റെ അടിമകൾക്ക് കനിഞ്ഞു നൽകിയ ഈ മഹത്തായ ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്താനുള്ള ഈമാൻ നമുക്ക് അള്ളാഹു തന്നു എന്നത് അള്ളാഹു നമ്മളോട് തന്ന ഒരു വലിയ അനുഗ്രഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു വലിയ നിഅമത്താണ്
അയാൾക്ക് ആയുസ് കൂട്ടിക്കൊടുക്കുകയും ആ ആയുസ്സിൽ അള്ളാഹുവിനെ ആരാധിക്കുവാൻ അയാൾക്ക് സാധിക്കുകയും ചെയ്യുക എന്നത് അള്ളാഹു കൊടുക്കുന്ന ഒരു വലിയ നിഅമത്താണ്. നമുക്ക് അള്ളാഹു ആയുസ്സിനെ നീട്ടിത്തന്നു. ഈ റമദാൻ മാസത്തിലും ജീവിക്കാൻ നമ്മളെക്കാൾ പ്രായമുള്ള പല ആളുകളുടെയും ഖബറുകൾ നമ്മുടെ ഖബർസ്ഥാനിൽ നമുക്ക് കാണാൻ പറ്റും. അവർക്ക് നമ്മുടെ അത്ര പ്രായമില്ല, നമുക്കുള്ള അത്ര രോഗങ്ങൾ അവർക്കില്ലായിരുന്നു. അവർക്ക് നമ്മളെക്കാൾ ആരോഗ്യമുണ്ടായിരുന്നു, അവർക്ക് നമ്മളെക്കാൾ പണമുണ്ടായിരുന്നു, അവർക്ക് നമ്മളെക്കാൾ സ്വാധീനമുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് മുമ്പേ അവർ പോയി, അവരിന്ന് മണ്ണിന്റെ ഉള്ളിലാണ്. എന്തുകൊണ്ട് നമ്മൾ ബാക്കിയായി എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം നമ്മൾ ആരോഗ്യത്തെ പ്രത്യേകമായി പരിപാലിക്കുന്നത് കൊണ്ടോ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പ്രത്യേകമായ ചിട്ടയുള്ളത് കൊണ്ടോ ഒന്നുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആയുസ് ഒന്നുകൂടി നീട്ടി തന്നു. എന്തിനാ അല്ലാഹു ആയുസ് നീട്ടി തന്നത്? നമ്മളോടുള്ള കരുണ കൊണ്ടാണ്, സ്നേഹം കൊണ്ടാണ്. ഒരു റമദാൻ മാസം കൂടി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ആ ഭാഗ്യം ചില്ലറയൊന്നുമല്ല. റമദാനിന്റെ ആദ്യത്തിൽ ഒരുപക്ഷെ റമദാൻ മാസം തുടങ്ങുമ്പോ നമ്മളൊക്കെ കേട്ട ഒരു പ്രവാചക വചനമുണ്ട്. പ്രവാചകന്റെ മുമ്പിൽ രണ്ട് ചെറുപ്പക്കാർ ഒരുമിച്ച് വന്ന് ഇസ്ലാം മതം സ്വീകരിച്ചു. രണ്ടാളും ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായി. ഒരാൾ ആ കൊല്ലം തന്നെ ഒരു യുദ്ധത്തിൽ രക്തസാക്ഷിയായി. രണ്ടാമത്തെയാൾ ഒരു കൊല്ലം കൂടി ജീവിച്ച് അയാൾ രോഗം കാരണം അയാൾ മരണപ്പെട്ടു. ഒന്നാമത്തെയാൾ രക്തസാക്ഷിയായിട്ട് മരിച്ചു, രണ്ടാമത്തെയാൾ രോഗം കാരണം സാധാരണ മരണം സംഭവിച്ചു. ആളുകൾ അവരെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ആരോ പറഞ്ഞു, ആദ്യം മരിച്ച ആളുണ്ടല്ലോ, രക്തസാക്ഷിയായ ആള്, അയാളായിരിക്കും എന്തായാലും ആദ്യം സ്വർഗത്തിലെത്തുക. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ തിരുത്തിയിട്ട് പറഞ്ഞു, അല്ല, രണ്ടാമത് മരിച്ചയാളാണ് ആദ്യം സ്വർഗത്തിലെത്തിയത്. അപ്പൊ ആളുകൾ സംശയത്തോടു കൂടി നോക്കി, അതെങ്ങനെ? ആദ്യം മരിച്ച രക്തസാക്ഷിക്കല്ലേ കൂടുതൽ ശ്രേഷ്ഠത? പ്രവാചകൻ അവരെ തിരുത്തി, അല്ല, രണ്ടാമത് മരിച്ചയാൾക്ക് ആദ്യത്തെയാളെക്കാൾ ഒരു റമദാൻ മാസം ഏറെ കിട്ടിയിട്ടുണ്ട്, ഒരു റമദാൻ ഏറെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ജീവിതത്തിൽ ഒരു ആയുസ് കൂടി തന്ന് ഒരു റമദാൻ മാസത്തെ നമുക്ക് തന്ന ആ പടച്ചതമ്പുരാൻ നമ്മളോട് കാണിച്ച ആ വല്ലാത്ത അനുഗ്രഹമുണ്ടല്ലോ, നമ്മൾ നന്ദി കാണിക്കേണ്ട ഒരു അനുഗ്രഹം തന്നെയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന നല്ല വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ജീവിതത്തിൽ ഏറ്റവും അനശ്വരമായ അമൂല്യമായ ദിവസങ്ങളിലേക്ക് ഇന്നത്തെ സൂര്യാസ്തമയത്തോടു കൂടി നമ്മൾ പ്രവേശിക്കുകയാണ്. 20ാമത്തെ നോമ്പ് നോറ്റ് അവസാനിപ്പിച്ച് 21ാമത്തെ നോമ്പിലേക്ക് നമ്മുടെ ആയുസ്സിന് പ്രവേശിക്കാൻ ഭാഗ്യം കിട്ടുകയാണെങ്കിൽ, ഇന്നത്തെ സൂര്യാസ്തമയത്തിന് ശേഷവും ജീവിച്ചിരിക്കാൻ അള്ളാഹു നമുക്ക് ആയുസ് തരികയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിച്ച ഒരു സമ്മാനം വാങ്ങാൻ അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തു എന്നാണ് അതിന്റെ അർത്ഥം. പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചയുണ്ട്. ഒരു വർഷത്തിന്റെ ഇടയിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകലുകളും രാത്രികളും ഏതാണ്? അവിടെ പരസ്പരം മുഖത്തോട് മുഖം നിൽക്കുന്ന 10 ദിവസങ്ങളുണ്ട്. ഒന്ന് ദുൽഹജ്ജ് മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ്, ഹജ്ജും അനുബന്ധ കർമ്മങ്ങളും ഒക്കെയുള്ള ദിവസം. 2 റമദാൻ മാസത്തിലെ 21 മുതൽ 30 വരെയുള്ള ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ ഏതിനാണ് കൂടുതൽ ശ്രേഷ്ഠതയുള്ളത്? ആയത്തുകളും അതുമായി ബന്ധപ്പെട്ട പണ്ഡിത ചർച്ചകളും എമ്പാടും നടന്നിട്ടുണ്ട്. അവസാനം പണ്ഡിതന്മാർ നൽകുന്ന മറുപടി, പകലുകളുടെ കാര്യത്തിൽ, പകൽ സമയമുണ്ടല്ലോ, ഈ ഡേ ടൈം, പകലുകളുടെ കാര്യത്തിൽ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾക്കാണ് ശ്രേഷ്ഠത. അതിലാണ് അറഫ, അതിലാണ് മിന, അതിലാണ് ഹജ്ജ്. അതൊക്കെ നടക്കുന്നത് പകൽ സമയത്തായതുകൊണ്ട് പകലുകൾക്ക് ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യ ദിവസങ്ങൾ ശ്രേഷ്ഠമാകുന്നത് പോലെ രാത്രികളുടെ കാര്യത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാകുന്നത് റമളാനിലെ അവസാനത്തെ 10 രാത്രികളിലാണ്. അതിലാണ് ലൈലത്തുൽ ഖദർ, അതിലാണ് അള്ളാഹുവിന്റെ നരകമോചനം, അതിലാണ് തൗബയുടെ ഏറ്റവും പാരമ്യമായ അവസ്ഥയുള്ളത്. അതുകൊണ്ട് റമളാനിന്റെ അവസാനത്തെ 10 രാത്രികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പ്രവാചകന്റെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കേൾക്കണം. കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല അൽ അശ്റു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 വന്നാൽ,
അതായത് ഒരു 30 ദിവസത്തെ 3 ഭാഗങ്ങളായി വേർതിരിക്കുമ്പോ ആ ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ് അശ്ർ. അവസാനത്തെ ആ 10 ദിവസങ്ങൾ. ആ 10 ദിവസങ്ങൾ വന്നാൽ ഷദ്ദ മിഅ്സറഹു. ഷദ്ദ എന്ന് പറഞ്ഞാല് മുറുക്കി ഉടുക്കുക എന്നർത്ഥം. മിഅ്സർ എന്ന് പറഞ്ഞാല് നമ്മൾ ഉടുക്കുന്ന തുണി ഉണ്ടല്ലോ, അരയിൽ കെട്ടിയെടുക്കുന്ന തുണി, അതിന് പറയുന്ന പേരാണ് മിഅ്സർ. അപ്പൊ ഷദ്ദ മിഅ്സറുഹു എന്ന് പറഞ്ഞാല് പ്രവാചകൻ തന്റെ അരക്കെട്ട് കെട്ട് മുറുക്കി ഉടുക്കും. തന്റെ അരക്കെട്ട് മിഅ്സർ, തന്റെ അരക്കെട്ട് പ്രവാചകൻ മുറുക്കി ഉടുക്കും. എന്നിട്ടോ വഹിയാ ലൈലഹു, പിന്നെ രാത്രി ഉറങ്ങൂല. രാത്രി ഉറങ്ങൂല. അഹ്യാ ലൈലഹു, ആ രാത്രിയെ മുഴുവനും പ്രവാചകൻ ജീവിപ്പിക്കും. ഉറങ്ങൂല. ആരാധനകൾ കൊണ്ട് ആ രാത്രിയെ ജീവിപ്പിക്കും. എനിക്ക് മാത്രം സ്വർഗത്ത് പോയാൽ പോരല്ലോ, എന്റെ കൂടെ ജീവിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, എനിക്കെന്തെങ്കിലും പറ്റിയാൽ സഹിക്കാൻ പറ്റാതെ വേദനിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കുടുംബമുണ്ടല്ലോ, ആ കുടുംബത്തെയും കൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണ്ടേ? പോകണം. നമ്മളിങ്ങനെ പള്ളിയിൽ ഒന്ന് നിസ്കരിക്കുക, നമ്മുടെ വീട്ടുകാരെങ്ങനെ കൂർക്കം വലിച്ച് കിടന്നുറങ്ങ, നമ്മൾ ഇത്ര ക്രൂരന്മാരാണോ? അങ്ങനെ ആവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ കുടുംബത്തെ സ്നേഹിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 രാത്രികളിൽ താൻ എഴുന്നേറ്റ് നിസ്കരിക്കാൻ പോകുമ്പോ തന്റെ കുടുംബത്തെയും കൂട്ടി വിളിച്ചുണർത്തി പ്രവാചകൻ കൂടെ നിസ്കരിപ്പിച്ചു, ആ രാത്രിയെ ജീവിപ്പിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ വീണ്ടും പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിരി മാ ലാ യജ്തഹിദു ഫീ ഗൈരി. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. എങ്ങനെയായിരുന്നു? യജ്തഹിദു. ഇജ്തഹദ എന്ന് പറഞ്ഞാൽ കഠിനമായി പരിശ്രമിക്കുക, വിശ്രമമില്ലാതെ പരിശ്രമിക്കുക. യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിരി, അവസാനത്തെ ആ 10 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഠിനമായിട്ട് അധ്വാനിക്കുമായിരുന്നു. മാ ലാ യജ്തഹിദു ഫീ ഗൈരി, 365 ദിവസമുള്ള ഒരു വർഷത്തിൽ ആ 355 ദിവസത്തിലും, അത് ഹിജ്റ വർഷമാവുമ്പോ 355 ദിവസങ്ങളെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ 355 ദിവസത്തിൽ 345 ദിവസത്തിലും അധ്വാനിക്കാത്ത അധ്വാനം ഈ അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്വാനിക്കുമായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിന്റെ പ്രവാചകനിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയുണ്ട് എന്ന് പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കെ മറക്കരുത്. ഇന്നത്തെ സൂര്യാസ്തമയം മുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ആ 10 ദിവസങ്ങളുണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തിലെ പ്രത്യേകമായ ഏറ്റവും സ്പെഷ്യലായ, ഒരു കൊല്ലത്തിലെ മറ്റൊരു ദിവസവും നമുക്ക് തോന്നാത്ത, ഈമാനിന്റെ വേലിയേറ്റം ഉണ്ടാവേണ്ട, തെക്കുമ വർദ്ധിക്കേണ്ട, അള്ളാഹുവിന്റെ സാമീപ്യവും അള്ളാഹുവിന്റെ സാന്നിധ്യവും ഏറ്റവും ഏറെ ആഗ്രഹിക്കേണ്ട, നരകത്തെ ഭയപ്പെടേണ്ട, ആ നരകത്തിലേക്ക് എത്തിക്കുന്ന നമ്മൾ ചെയ്ത തിന്മകളെ കുറിച്ച് സങ്കടപ്പെട്ട് തേങ്ങിക്കരയേണ്ട വല്ലാത്ത ദിനരാത്രങ്ങളാണ് വരുന്നത്. ചിലപ്പോ 10 കിട്ടിയേക്കാം, മിക്കവാറും 9 അവസാനിച്ചേക്കും. അതുകൊണ്ട് പിശാച് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഇത്രയും ദിവസം പിശാച് നമ്മളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചിട്ടും ആ പിശാചിന് കീഴ്പ്പെടാതെ ദാഹിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കാതെയും വിശന്നിട്ട് ഭക്ഷണം കഴിക്കാതെയും നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പന ഇങ്ങനെ പാലിച്ചു പോരുക. പക്ഷേ കൂടുതൽ പുണ്യമുള്ള ദിവസങ്ങളിൽ പൈശാചിക പ്രേരണകൾ കൂടുകയാണ്. നമ്മുടെ നാടുകളിലൊക്കെ അങ്ങാടികളിലെ തിരക്ക് കൂടി, ഷോപ്പിങ്ങിന്റെ തിരക്കുകൾ വർദ്ധിച്ചു, കുടുംബങ്ങൾ ഒന്നാകെ അങ്ങാടിയിലേക്ക് ഇറങ്ങുകയാണ്. പെരുന്നാൾ ആഘോഷിക്കാനുള്ള തിരക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിന്റെ അവസാനത്തെ 10 ദിവസം പൂർണ്ണമായി പള്ളിയിൽ ഇഅ്തികാഫിരുന്നു എന്ന സ്വഹീഹായ ഹദീസുകൾ നിരവധി. പ്രവാചകൻ മരിക്കുന്ന അവസാനത്തെ വർഷമുണ്ടല്ലോ, ആ വർഷത്തിൽ 20 ദിവസം പ്രവാചകൻ പള്ളിയിൽ നിന്ന് പുറത്തുപോയില്ല. നമ്മളൊക്കെ ചില സുന്നത്തുകളെ കുറിച്ച് കേൾക്കുമ്പോ പ്രവാചകൻ ചില സമയത്ത് ചെയ്തു, ചില സമയത്ത് ചെയ്തില്ല. അത്തരം ചില സുന്നത്തുകളൊക്കെ നമ്മൾ ഗൗരവത്തോടു കൂടി ചെയ്യാറുണ്ട്. തറാവീഹ് നമസ്കാരമൊക്കെ നമ്മൾ അങ്ങനെ ഗൗരവത്തോടു കൂടി ചെയ്യാറുണ്ട്. എന്നാൽ പ്രവാചകന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല എന്ന് കൃത്യമായ ഹദീസുകൾ പഠിപ്പിച്ച ആ ഒരു വലിയ പുണ്യകർമ്മമുണ്ടല്ലോ, അള്ളാഹുവിന്റെ പള്ളിയിൽ ഇബാദത്തിന് വേണ്ടി കൂടുതൽ സമയം ഇബാദത്തിന് വേണ്ടി മാത്രമായി നമ്മൾ ഇരിക്കുക.
ഇഅ്തികാഫ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ 10 ദിവസം പള്ളിയിൽ നിന്ന് പുറത്തു പോയതേ ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അവസാനത്തെ റമദാൻ മാസത്തിൽ 20 ദിവസം പുറത്തു പോയതേ ഇല്ല. പ്രവാചകന്റെ ജീവിതത്തെ അങ്ങനെ തന്നെ പിൻപറ്റിയ ഹബീബായ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ മാതാക്കൾ, പ്രവാചകന്റെ മരണശേഷം ജീവിച്ചിരിക്കുന്ന ഭാര്യമാരൊക്കെ അവരുടെ മരണം വരെ റമദാനിന്റെ അവസാനത്തെ 10 നാളുകളിൽ അവർ പള്ളിയിൽ ഇഅ്തികാഫിരുന്നു. നമ്മുടെ പൈശാചികമായ പ്രേരണ നമ്മൾ അവസാനത്തെ 10 അങ്ങാടിയിൽ നിന്ന് അങ്ങാടിയിലേക്ക് ഇറങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, അല്ലാഹുവിന് അഹബ്ബുൽ ബിലാദി ഇലല്ലാഹ്, ഈ ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ അൽ മസാജിദ്, അള്ളാഹുവിന്റെ പള്ളികളാണ്. അള്ളാഹ്ക്ക് ഏറ്റവും, ഈ കോയമ്പത്തൂർ ഈ പട്ടണത്തിൽ ഈ പ്രദേശത്ത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതായിരിക്കും എന്ന ചോദ്യത്തിന് ആലോചിക്കാതെ മറുപടി പറയാം, പള്ളികൾ. എവിടെയൊക്കെ പള്ളിയുണ്ടോ ആ പള്ളിയൊക്കെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഇടങ്ങളാണ്. അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള പ്രദേശങ്ങൾ അങ്ങാടികൾ. അങ്ങാടികളോട് വെറുപ്പുണ്ടാവാനുള്ള കാരണം എന്താ അറിയോ? അങ്ങാടി മോശമായിട്ടല്ല, കച്ചവടവും അനുബന്ധമായ കർമ്മങ്ങളും ഏറ്റവും ശ്രേഷ്ഠമായ വരുമാന മാർഗമായി പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അതിനോടല്ല കുഴപ്പം. അങ്ങാടിയിൽ എല്ലാ വേണ്ടാത്തരങ്ങളും വന്നു ചേരും. നോക്കിലും വാക്കിലും പ്രവർത്തനങ്ങളിലും ഹറാമുകളുടെ ഒരു ഘോഷയാത്ര തന്നെ ഉണ്ടാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും അങ്ങാടിയിൽ റോഡരികിൽ പോയി നിൽക്കരുത്. അങ്ങാടിയിലെ ടൗണിലെ റോഡിന്റെ വക്കത്ത് ഇങ്ങനെ വെറുതെ നിൽക്കരുത്. അപ്പൊ സഹാബിമാർ ചോദിച്ചു, റസൂലേ, ഞങ്ങൾക്ക് അവിടെ ഒരുപാട് ആവശ്യങ്ങളുണ്ടല്ലോ, സാധനങ്ങൾ വാങ്ങാനുണ്ട്, ജോലിക്കാരെ കാണാനുണ്ട്, പണപരമായ കാര്യങ്ങളുണ്ട്, ഞങ്ങൾക്ക് അവിടെ പോയി നിൽക്കാതിരിക്കാൻ പറ്റൂല. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും വഴിയരികിൽ നിൽക്കുകയാണെങ്കിൽ വഴിയോടുള്ള ബാധ്യത നിർവഹിക്കട്ടെ. ഹഖ്ഖു തരീഖ്, ഈ വഴിയോടൊരു ബാധ്യത ഉണ്ട്, അത് നിർവഹിക്കട്ടെ. അപ്പൊ സഹാബത്ത് ചോദിച്ചു, എന്താ റസൂലേ ആ ബാധ്യത? പ്രവാചകൻ പറഞ്ഞു, വരുന്നവർക്കും പോകുന്നവർക്കും സലാം പറയണം. 2, ഹറാമായ കാര്യങ്ങൾ കാണേണ്ടി വരുമ്പോൾ കണ്ണടക്കണം. വസ്ത്രങ്ങൾ ആവശ്യമായ വസ്ത്രമില്ലാതെ നടന്നു വരുന്നവർ, ശരീരത്തിന്റെ നഗ്നത കാണിക്കുന്നവർ, വൃത്തികേടുകൾ കാണിക്കുന്നവർ, അത്തരം കാഴ്ചകൾ അങ്ങാടികളിൽ കൂടും. അത്തരം കാഴ്ചകൾ കാണുമ്പോ തന്റെ കാഴ്ചയെ ആ കാഴ്ചയിൽ നിന്ന് തിരിച്ചു വിളിക്കണം, കണ്ണടക്കണം, അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കണം, അതിലേക്ക് നോക്കി നിൽക്കരുത്. 3-ാമത്തേത് അംറും ബിൽ മഅറൂഫി വനഹ്യുൻ അനിൽ മുൻകർ. നമ്മുടെ കൺമുമ്പിൽ തെറ്റുകൾ കാണുമ്പോൾ അത് തെറ്റാണ്, അത് ചെയ്യരുത് എന്ന് പറയാനും നന്മകൾ പറഞ്ഞു കൊടുക്കാനുമുള്ള ആ ഹൃദയ വിശാലത ഉണ്ടാവണം. ഇത് 3ഉം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിൽക്കാം, അല്ലെങ്കിൽ നിൽക്കരുത് എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അപ്പോ ഞാൻ സൂചിപ്പിച്ചത്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് മനുഷ്യരെ പിടിച്ചിറക്കിയിട്ട് അങ്ങാടികളിലേക്ക് കൊണ്ടുപോകുന്ന പൈശാചിക പ്രേരണക്ക് എന്റെ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസിനികളെ, നമ്മൾ വഴിപ്പെട്ടു പോകരുത്. നമ്മുടെയൊക്കെ നാട്ടില് ഈ അവസാനത്തെ 10 വന്നാല് 27 രാവ് എന്നൊക്കെ പറഞ്ഞ് ആളുകളൊക്കെ പള്ളിയിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി വലിയ മൈതാനികളില് വലിയ സലാത്തുകളും പ്രസംഗങ്ങളും ഒക്കെ നടക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പനകളെ വളരെ നിശിതമായി ലംഘിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 പള്ളിയിൽ വന്നിരുന്നു, പുറത്തുപോയില്ല. നോമ്പ് അവസാനിച്ചു, പെരുന്നാളിന്റെ മാസപ്പിറവി കണ്ടു എന്നറിഞ്ഞ ശേഷം മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ നിന്ന് പുറത്തുപോയത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളോടുള്ള കാരുണ്യം, നമ്മളെപ്പോഴും അല്ലാഹുവോട് പ്രാർത്ഥിക്കാറില്ലേ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ, സ്വർഗത്തിലേക്ക് പോകുന്ന ആ നല്ല മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ എന്നെ നീ ചേർക്കണമെന്ന് പ്രാർത്ഥിക്കാറില്ലേ? അത് ചേർക്കാൻ അള്ളാഹു നമുക്ക് തന്ന അവസരമാണ് കേട്ടോ ഈ അവസാനത്തെ 10 ജീവനോടുകൂടി നമ്മൾ ഉണ്ട് എന്നത്. ഈ ദിവസങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തി
ഓർമ്മപ്പെടുത്തിയാൽ ആ സിറാത്തുൽ മുസ്തഖീമിലേക്ക് പോകുന്ന ആ ഭാഗ്യവാന്മാരുണ്ടല്ലോ, ആ കൂട്ടത്തിലേക്ക് നമുക്ക് ഉൾപ്പെടാൻ പറ്റും. അതുകൊണ്ട് എന്തൊക്കെയാണ് ഈ അവസാനത്തെ 10 ദിവസങ്ങളിൽ നമ്മൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത്? റമദാനിൽ സാധാരണ നമ്മൾ ചെയ്തു വരുന്ന കുറെ കർമ്മങ്ങളുണ്ടല്ലോ. നോമ്പ് നോൽക്കുന്നുണ്ട്, നമ്മൾ ഖുർആൻ ഓതുന്നുണ്ട്, നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ തൗബ ചെയ്യുന്നുണ്ട്, നമ്മൾ സദഖ ചെയ്യുന്നുണ്ട്, നമ്മൾ പാവങ്ങളെ സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ റമദാനിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളാ. എന്നാൽ അവസാനത്തെ 10 ആകുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ നമുക്ക് മാതൃക. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന റമദാനിനെ എങ്ങനെയാണ് യാത്രയാക്കിയത് എന്നത് ഏറെ പ്രസിദ്ധമാണ്. ഒന്ന് ഞാൻ സൂചിപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 മുഴുവനും പള്ളിയിൽ തന്നെയായിരുന്നു. പള്ളിയിൽ ഇരിക്കുക, അതിന് പറയുന്ന പേരാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആരാധനാ കർമ്മം. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വിശുദ്ധമായ കഅബാലയത്തിന്റെ പണി പൂർത്തിയാക്കാൻ ആവശ്യപ്പെടുമ്പോ അല്ലാഹു ഇബ്രാഹിം നബിയോട് കൽപ്പിക്കുന്ന കൽപ്പന വഅഹിദിനാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈല. ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. ഇബ്രാഹിമിനോടും ഇസ്മായിലിനോടും നാം കൽപ്പിച്ചു. അല്ലാഹു ഒരു കാര്യം പോലെ ഏൽപ്പിക്കാൻ. എന്താ ഏൽപ്പിച്ചത്? നിങ്ങൾ രണ്ടുപേരും നല്ല വൃത്തിയാക്കി വെക്കണം. വൃത്തിയാക്കി വെക്കണം. എന്തിന്? എന്റെ വീടിനെ, അള്ളാന്റെ വീടിനെ, അഥവാ കഅബ, മസ്ജിദുൽ ഹറം, ആ മക്കയിലെ ഖിബ്ല കഅബ, ആ കഅബയുടെ നിർമ്മാണ പരിപാലനവുമായി ബന്ധപ്പെട്ട അതിനെ നിങ്ങൾ നല്ല വൃത്തിയാക്കി വെക്കണം. എന്തിനു വേണ്ടി? ലിത്വായിഫീന, തവാഫ് ചെയ്യുന്നവർക്ക് വേണ്ടി, വൽ ആകിഫീന, അവിടെ ഇഅ്തികാഫിരിക്കുന്നവർക്ക് വേണ്ടി, വറുക്കഇ സുജൂദ്, റുകൂഉം സുജൂദുമായി അവിടെ നിസ്കരിക്കാൻ വരുന്നവർക്ക് വേണ്ടി. തവാഫ് എത്രമാത്രം ശ്രേഷ്ഠമാണല്ലേ, നിസ്കാരം എത്രമാത്രം ശ്രേഷ്ഠമാണല്ലേ. പക്ഷെ അതിന്റെ ഇടയിലുള്ള ഇഅ്തികാഫിനെ എവിടെയാണ് നമ്മൾ വിട്ടുകളഞ്ഞത്? അതെവിടെയാണ് വീണുപോയത്? അതിന്റെ ശ്രേഷ്ഠതയും അതിന്റെ മഹത്വവും നമ്മുടെ ജീവിതത്തിൽ ആരാണ് നമ്മളെ ഓർമ്മപ്പെടുത്താതെ പോയത്? അതുകൊണ്ട് കഴിയുന്നവരൊക്കെ ജീവിതത്തിൽ ഒരിത്തിരി സമയമുണ്ടാക്കി, ഇടമുണ്ടാക്കി, നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണ്ടു തരുന്ന, നമ്മളെ അനുഗ്രഹം കൊണ്ട് പൊതിഞ്ഞ ആ റബ്ബിന്റെ വീട്ടിൽ, പള്ളി എന്ന് പറഞ്ഞാലേ അള്ളാഹുവിന്റെ വീടാണ്, ബൈത്തുള്ള ആ അള്ളാഹുവിന്റെ വീട്ടിൽ അള്ളാഹുവിനോട് മിണ്ടിയും പറഞ്ഞു, അള്ളാഹിനോട് മിണ്ടിയും പറഞ്ഞു. അതെങ്ങനെയാ? അള്ളാഹിനോട് മിണ്ടുക പറയാന്നൊക്കെ പറഞ്ഞാലേ ദിക്റുകളും ദുആകളും ഖുർആൻ പാരായണങ്ങളും ആരാധനകളുമായി ആ പള്ളിയിൽ ഒന്ന് ഇരിക്കുക. അല്ലെ? എത്രയോ അനുഗ്രഹങ്ങൾ നമുക്ക് തന്ന്, വീടും പറമ്പും സ്വത്തും ജീവിതവും മക്കളും എല്ലാം തന്ന ആ പടച്ച തമ്പുരാന് വേണ്ടി ഒരിത്തിരി സമയം അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ആ റബ്ബിനെ മാത്രം ആഗ്രഹിച്ച് അവന്റെ മുമ്പിൽ ഇത്തിരി സമയം ചെലവഴിക്കാൻ നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ നന്ദികേടിന്റെ പര്യായങ്ങളായി നമ്മൾ മാറും. അതുകൊണ്ട് സാധിക്കുന്നവരൊക്കെ ഈ ഇഅ്തികാഫ് ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങളുണ്ട്. അത് ഇഅ്തികാഫ് ഇരുന്ന ആൾക്കാർക്ക് അറിയാം. 1 വർഷം ഇരുന്നവൻ പിറ്റേ ദിവസവും അവൻ പിറ്റേ വർഷവും അവൻ ഇഅ്തികാഫിന് വേണ്ടി വരും. പക്ഷെ ഇഅ്തികാഫ് ആവണം. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാല് പത്തക്കാലത്ത് നടക്കുന്ന ഇഅ്തികാഫ് എന്താ പറയുക? പള്ളിയിലേക്ക് വരിക, അവർ സംസാരിച്ചിരിക്കും. ഇനി ഒന്നും സംസാരിക്കാത്തല്ലാത്തവന് ഓന് മൊബൈൽ ഉണ്ടാകും, ആ മൊബൈലായിട്ടിരിക്കും. ഓന്റെ കച്ചവടം, ഓന്റെ ഫോൺ പേയും, ഓന്റെ എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ട് അങ്ങനെ പള്ളി കുത്തത് അങ്ങനെ ചെയ്യും. അവർ മനസ്സിലാക്കിയത് പള്ളിയിൽ ഇരുന്നാ പോലെ എന്നാ ഇഅ്തികാഫായില്ലെന്നാ. പള്ളിയിൽ ഇരുന്നാ ഇഅ്തികാഫാവൂല. ഇഅ്തികാഫിന്റെ നിർവചനം എന്താ പറയുന്നത്? അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി അള്ളാഹുവിന്റെ വീടുകളിൽ ഒന്നിൽ ഒഴിഞ്ഞിരിക്കുക. ഇരിക്കുക എന്നത് നല്ല പ്രസക്തി. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഇരിക്കുക, അതിനാ പ്രസക്തി. അപ്പൊ ഇഅ്തികാഫിന് വേണ്ടി വരുന്ന ആളുകള് അന്ന് പള്ളിയിൽ കിടന്നുറങ്ങിയാലും ഇഅ്തികാഫിന്റെ കൂലി കിട്ടൂലേ? ഉറങ്ങാൻ പാടില്ല എന്ന് റസൂലുള്ള പള്ളി തന്നെ ഉറങ്ങിയത്. പക്ഷെ ആരാധനകളായിരുന്നു കൂടുതൽ. രാത്രി മുഴുവനും ജീവിപ്പിക്കുന്ന ആരാധന. പകലിലായിരുന്നു പ്രവാചകൻ ഇത്തിരി സമയം ഉറങ്ങി തന്റെ ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ ശ്രമിച്ചത്. അപ്പൊ ഒന്ന് ഇഅ്തികാഫ് 1 ദിവസം പറ്റുമോ? 1 രാത്രി പറ്റുമോ? നിങ്ങൾക്ക് 1 പകല് പറ്റുമോ? 2 ദിവസം പറ്റുമോ?
4 ദിവസം പറ്റോ അല്ല 10 ദിവസം പറ്റോ, കഴിയുന്നത് പോലെ ഇഅ്തികാഫ് നമ്മൾ മനസ്സിലൊന്ന് തീരുമാനിക്കാം. ഞാൻ ഈ പ്രാവശ്യം ഒന്ന് ഇഅ്തികാഫ് ഇരിക്കട്ടെ. ഒരുപാട് സമയം അവിടെ ഇവിടെ ടൂറായിട്ട്, യാത്രയായിട്ട്, റിസോർട്ടുകളായിട്ട്, ബീച്ചുകളായിട്ട് ഒക്കെ ചെലവാക്കുന്ന ആളാണല്ലോ. അള്ളാന്റെ വീട്ടില് ഒരു ദിവസം അള്ളാഹുവിന്റെ ആതിഥ്യം സ്വീകരിച്ച് ഞാനൊന്ന് ഇരിക്കട്ടെ എന്ന് തീരുമാനിച്ചു നോക്കണ്ടി. അത് ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കും. അപ്പൊ ഇഅ്തികാഫ് ഈ റമളാനിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. രണ്ടാമത്തേത് സ്വതക്ക ചെയ്യുക. സ്വതക്ക എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അതൊരു വെറും ദാനമല്ല, അത് നമ്മുടെ ജീവിതത്തിന്റെ ആധാരമാണ്. നാളെ മരണസമയത്തെ നമ്മുടെ ആത്മാവിനെ പിടിച്ചു കൊണ്ടുപോകാനുള്ള മലക്ക് നമ്മുടെ മുമ്പിൽ വരുമ്പോഴേ നമുക്ക് ഏകദേശം കാര്യങ്ങൾ വ്യക്തമാവും. എങ്ങനെ? എന്റെ പോക്ക് എങ്ങട്ടാണ്? നല്ല സ്വർഗത്തിലേക്ക് പോകുന്ന മനുഷ്യനാണെങ്കിൽ അവന്റെ ആത്മാവിനെ പിടിക്കാൻ വരുന്ന മലക്കുകൾ സുമുഖന്മാരും സുന്ദരന്മാരും അവരുടെ അടുത്തേക്ക് പോകാൻ നമ്മുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാക്കത്തക്ക വിധം ആകർഷണീയതയുള്ളവരിക്കാണ്. നമ്മുടെ ഭാര്യ മക്കളൊക്കെ ഉണ്ടെങ്കിലും ആ മലക്കുകൾ ഇങ്ങനെ കാണുമ്പോൾ അങ്ങോട്ട് പോകാൻ നമുക്ക് കൊതി തോന്നുന്ന അത്ര സുന്ദരന്മാരായിരിക്കും അവരുന്ന. ആര്? നമ്മളെ പോക്ക് സ്വർഗത്തേക്കാണെങ്കിൽ. അല്ല, നമ്മളെ വിധി മറിച്ചാണെങ്കിലോ കണ്ട പേടി തോന്നുന്ന ഭീകരന്മാരായ ഓരോ കണ്ണിങ്ങനെ കണ്ടാൽ തന്നെ നമ്മളാകെ ബേജാറാവും. അങ്ങനത്തെ മലക്കുകളെ കാത്തുക. ആ മലക്കുകളെ കാണുമ്പോഴേ മനസ്സിലാകും എന്റെ ജീവിതത്തിന്റെ ഗതി നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പണ്ട് നമ്മൾ അള്ളാനോട് താണ് കേടൊരു അപേക്ഷ. നമ്മുടെ ആത്മാവാ, നമ്മുടെ നാവ് കൊണ്ടല്ല പറയാ, നമ്മുടെ ആത്മാവാണ് പറയാ. എന്താ പറയാ? റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. പടച്ചോനെ, നീ തന്ന ആയുസ് 60 കൊല്ലം 70 കൊല്ലം 80 കൊല്ലം 90 100 കൊല്ലമൊക്കെ ഞാൻ ജീവിച്ചുവെങ്കിലും അല്ലാഹുവേ, നിന്റെ മുന്നറിയിപ്പുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ ഭാവി അപകടമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് റബ്ബേ, റബ്ബി ലൗലാ അഖർതനി, ഒരിത്തിരി സമയം, ഒരു കുറച്ചു നേരം എനിക്ക് നീട്ടിത്തരുമോ? കുറച്ചു നേരം എനിക്ക് നീട്ടിത്തന്നാൽ ഞാൻ ഹജ്ജിന് പോയിക്കോളാം, ഞാൻ നിസ്കരിച്ചോളാം എന്നൊന്നും അല്ല പറഞ്ഞേ. ഞാൻ ദാനം ചെയ്തോളാം പഠിച്ചോനെ. എനിക്ക് സ്വത്തുണ്ടായിനി, കൊടുക്കാൻ വകുപ്പുണ്ടായിനി, പക്ഷെ ഞാൻ കൊടുത്തില്ല. അതൊക്കെ പാടം മുറുക്കി കെട്ടിപ്പിടിച്ചാ ജീവിച്ചത്. അത് കൊടുക്കാത്തതിന്റെ പേരിലാണ് ആ നരകം എന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് എനിക്ക് ഇപ്പൊ ബോധ്യമാകുന്നുണ്ട്. അതുകൊണ്ട് റബ്ബേ, ഒരിത്തിരി സമയം എന്റെ നാവൊന്ന് ഇളക്കാൻ, മക്കളെ എന്റെ സ്വത്തിന്റെ ഇത്ര ഭാഗം അള്ളാന്റെ മാർഗത്തിൽ ദാനം ചെയ്ത് കേട്ടോ എന്നൊന്ന് പറയാൻ, എന്റെ നാവൊന്ന് ചലിപ്പിക്കാൻ ഒരിത്തിരി നേരം എനിക്ക് തന്നൂടെ എന്ന് റബ്ബിനോട് നമ്മൾ കേട് പറയുന്ന. പക്ഷേ അള്ളാഹുവിന്റെ മറുപടി നേരത്തെ തന്നെ റബ്ബ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞത്? വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അല്ല നിശ്ചയിച്ച് ആ സെക്കൻഡ് വന്നാണ്ടല്ലോ 1000-1 പോലും അല്ല മാറ്റി തരൂല. ആ സമയത്ത് നടക്കും. എത്ര വലിയ ഡോക്ടർമാരുണ്ടായിക്കോട്ടെ, എത്ര വലിയ ആശുപത്രി ആവട്ടെ, എന്തൊക്കെ സ്വാധീനം ഉണ്ടാവട്ടെ, ആത്മാവാണ് പോയിട്ട് ഡോക്ടർമാർ പോലും അറിയുള്ളൂ മരിച്ചു അല്ലേ? അതെ. അപ്പോ സ്വതക്ക ചെയ്യുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിന്റെ അവസാനത്തെ 10 ദിവസം വന്നാൽ, പ്രത്യേകിച്ച് ആ ദിവസങ്ങളിൽ ജിബ്രീലുമായി കണ്ടുമുട്ടുന്ന ദിവസങ്ങൾ വന്നാൽ പ്രവാചകൻ സ്വതക്കയുടെ കാര്യത്തിൽ അടിച്ചു വീശുന്ന കാറ്റുപോലെയാവും. എന്താ കാറ്റിന്റെ പ്രത്യേകത? ഒരു കാറ്റടിക്കുമ്പോഴേ നിലത്ത് പതിഞ്ഞു കിടക്കുന്ന പുൽക്കൊടി മുതൽ വലിയ മരത്തിന്റെ ശിഖരങ്ങളെ വരെ ഇളക്കിയിട്ട് ആ കാറ്റങ്ങോട്ട് പോകുള്ളൂ. അള്ളാന്റെ ഹബീബ് പണക്കാരനായിരുന്നില്ല. റസൂലുള്ളാഹിന്റെ വീട്ടിന് കെട്ടിവെച്ച പണമില്ലായിരുന്നു. പ്രവാചകന് നിയതമായ വരുമാന മാർഗമില്ലായിരുന്നു. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ റമദാനിന്റെ അവസാനത്തെ നാളുകളെ സ്വതക്കകൾ കൊണ്ട് ധന്യമാക്കി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു, മാ നഖസത് സദഖത്തുൻ മിൻ മാലി. സദഖ ഒരു മനുഷ്യന്റെയും സ്വത്തിനെ കുറച്ചിട്ടില്ല. സദഖ ഒരു മനുഷ്യന്റെയും സ്വത്തിനെ കുറക്കുന്നില്ല. വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സൻ. ഏതൊരു മനുഷ്യൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ എളിമ കാണിച്ചാൽ, തർക്കിക്കാതെ വിനയം കാണിച്ചാൽ അവന്റെ ഇസ്സത്ത് അല്ലാഹു തആല വർദ്ധിപ്പിക്കാതിരിക്കുകയില്ല.
അള്ളാഹുവിന് വേണ്ടി ആരെങ്കിലും വിട്ടുവീഴ്ച കാണിച്ചാൽ അവനെ അള്ളാഹ് പദവികൾ ഉയർത്താതിരിക്കൂല. 3 കാര്യം പറഞ്ഞേ. സ്വതക്ക നിങ്ങളുടെ സ്വത്തിനെ കുറക്കൂല. ഈ അടുത്ത ദിവസം ഒരു മോട്ടിവേഷൻ നടത്തുന്ന ഒരു ബിസിനസ് രംഗത്ത് ഏറെ വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തിയുടെ പ്രസംഗം ഞാൻ കേട്ടെ. ഒരു ചെറിയ പെട്ടി കച്ചവടക്കാരൻ ഇദ്ദേഹത്തിന്റെ അടുത്തൊക്കെ പറഞ്ഞു, കച്ചവടം മോശമാകുന്നുണ്ട്, കച്ചവടം കെട്ട് ശരിയാവുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? പണമിറക്കാൻ പണമില്ല, ആകെ ഇത്തിരി പോകുന്ന ഒരു പെട്ടി കച്ചവടം. അപ്പോ ഈ മോട്ടിവേറ്റർ ഇദ്ദേഹത്തോട് പറഞ്ഞത്രേ, നിങ്ങൾ നാളെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു കുപ്പി വെള്ളത്തിന്റെ ബോട്ടിലുണ്ടല്ലോ, ഒരു കുപ്പിയിൽ നിങ്ങൾ ഇത്തിരി തണുത്ത വെള്ളം നിങ്ങളുടെ കടയിലേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് നിങ്ങളുടെ കടയുടെ മുമ്പിൽ ദാഹിച്ചു വലഞ്ഞ് വെള്ളം വാങ്ങാൻ ഒരു 15 ഉറുപ്പിക കീശയിലില്ലാതെ ഒരിത്തിരി വെള്ളക്കുപ്പിയിലേക്ക് കൊതിയോടുകൂടി നിൽക്കുന്ന മനുഷ്യന്മാർ നിങ്ങൾ കണ്ടേക്കും. ആ നിങ്ങൾ കൊണ്ടുവന്ന കുപ്പി ഉണ്ടല്ലോ, വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന കുപ്പി, ആ കുപ്പി നിങ്ങൾ അയാൾക്ക് കൊടുക്കുക. അതെല്ലാ ദിവസവും നിങ്ങൾ പതിവാക്കുക. 1 മാസം കഴിഞ്ഞ് ഇതേ മനുഷ്യൻ ഈ മോട്ടിവേറ്ററിന്റെ അടുത്ത് വന്നു. അദ്ദേഹം അത്ഭുതം പറഞ്ഞു അത്രേ, എന്റെ കച്ചവടത്തിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത അഭിവൃദ്ധി ഉണ്ടായിരിക്കുന്നു. സ്വതക്ക ഒരു മനുഷ്യന്റെയും സ്വത്തിനെ കുറക്കുകയില്ല, കുറച്ചിട്ടില്ല. നമ്മുടെ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ധനികൻ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞത്, കഴിഞ്ഞ വർഷം 4.5 കോടിയാണ് ഞാൻ സക്കാത്ത് കൊടുത്തത്, ഈ വർഷം അത് 6.25 കോടിയായിട്ടുണ്ട്. അഭിമാനത്തോടു കൂടിയാ പറഞ്ഞത്. അതുകൊണ്ട് ആരും പേടിക്കണ്ട, കൊടുത്താൽ പോകുമല്ലോ എന്ന് വിചാരിക്കണ്ട. ഇത് നമ്മുടെ കയ്യിൽ തന്ന റബ്ബുണ്ടല്ലോ, ആ റബ്ബാണ് അത് കൊടുക്കാൻ പറഞ്ഞത്. അപ്പൊ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നമ്മൾ ഒരു സ്വതക്ക കൊടുക്കുമ്പോ അത് ചെറുതാവട്ടെ വലുതാവട്ടെ അള്ളാഹു തആല തന്റെ കയ്യിൽ അത് സ്വീകരിക്കും. എന്നിട്ട് ഒരു കുതിരക്കുട്ടിയെ വളർത്തുന്നത് പോലെ ഒരു കുതിരന്റെ കുട്ടിയെ വളർത്തുക എന്നത് ഏറെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നല്ല പരിശ്രമത്തിലൂടെ, നല്ല പരിശീലനത്തിലൂടെ വേണം ഒരു കുതിരക്കുട്ടിയെ വളർത്താൻ. ഇല്ലെങ്കിൽ ആ കുതിര ഒരു കോവർ കഴുതയെ പോലെ ഒന്നിനും പറ്റാത്തൊരു മൃഗമാവും. ചെറുപ്പത്തിലെ ആ കുതിരക്കുട്ടിയെ സൂക്ഷ്മതയോടെ വളർത്തണം അത്രേ. അള്ളാഹു പ്രയോഗിച്ച പദം എങ്ങനെയാ? ഒരു കുതിരക്കുട്ടിയെ വളർത്തുന്ന സൂക്ഷ്മതയോടെ നിങ്ങളുടെ സ്വത്തിനെ അള്ളാഹു വളർത്തി 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 കൊണ്ടുവരും. അല്ലെ? അപ്പൊ സ്വതക്ക കൊടുക്കുക. പ്രവാചകന്റെ ഒരു പ്രസിദ്ധമായ വചനമുണ്ട്, ദാഉ ബിസ്സദഖ. നിങ്ങൾ രോഗികളെ സ്വതക്ക കൊണ്ട് ചികിത്സിക്കുക. അങ്ങനെ ചികിത്സകൾ കേട്ടിട്ടുണ്ടോ? സ്വതക്ക കൊണ്ട് ചികിത്സിക്കുക. അതെന്താ അങ്ങനെ പറഞ്ഞാല്? രോഗങ്ങളും പ്രയാസങ്ങളും ഉള്ളപ്പോ സ്വതക്ക ചെയ്യുക, എന്നിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. ആ സ്വതക്ക നിങ്ങളുടെ രോഗം മാറാനുള്ള ഒരു നല്ല എന്താ പറയാ ചികിത്സയാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അപ്പൊ ഞാൻ 2 കാര്യം പറഞ്ഞു. 1 ഇഅ്തികാഫ്, 2 സ്വതക്ക, 3 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്ത ജിബ്രീൽ. ഞങ്ങറിയാലോ, ഖുർആൻ ഒന്നായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയേക്കല്ല, അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് ഓരോ സന്ദർഭത്തിനനുസരിച്ച് അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ ഇറങ്ങിയേക്കുക. ഓരോ റമദാൻ മാസത്തിലും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബിന്റെ അടുത്ത് വരും. എന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കും, നബിയെ അന്നിറങ്ങിയ ആ ആയത്തുണ്ടല്ലോ അത് ഇന്ന സൂറത്തിന്റെ ഭാഗാട്ടോ, പിന്നെ ഇറങ്ങിയ സൂറത്തുണ്ടല്ലോ അത് ഇത്രാമത്തെ സൂറത്താട്ടോ. അതിന്റെ ആ ക്രമം പ്രവാചകൻ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും ഓരോ റമദാനിലും. അവസാനത്തെ റമദാനിൽ വിശുദ്ധ ഖുർആൻ മുഴുവനും ഇറങ്ങി പൂർത്തിയായ ശേഷം അവസാനത്തെ റമദാനിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകന്റെ മുമ്പിൽ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ ഓത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ ആ ക്രമത്തിൽ അങ്ങനെ ഓതി. ജിബ്രീല് ഓരോ പ്രവാചകന്റെ ആയത്തുകളും ഓതി കേട്ട് അത് തെറ്റില്ലാത്ത ആ രൂപത്തിൽ തന്നെയാണ് എന്ന് അദ്ദേഹം അത് സാക്ഷ്യപ്പെടുത്തി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ 10 ഖുർആനുമായുള്ള വല്ലാത്ത ഹൃദയബന്ധത്തിന്റെ 10ആണ്. അതുകൊണ്ട് തന്നെ സ്വഹാബാക്കളുണ്ടല്ലോ, റമദാനിന്റെ രാത്രിയിലെ നിസ്കാരത്തിലൊക്കെ അവരുടെ ജീവിതത്തിൽ ആകെ 3 ദിവസമാണ് പ്രവാചകന്റെ കൂടെ ജമാഅത്തായിട്ട് അവർ ഖിയാമു റമദാൻ നിസ്കരിച്ചത്. ബാക്കിയുള്ള ദിവസമൊക്കെ അവർ ഒറ്റക്കാണ് നിസ്കരിച്ചത്. ആ നിസ്കാരത്തില് അവര് ഒരൊറ്റ രാത്രിയിൽ
വിശുദ്ധ ഖുർആൻ മുഴുവനും ഓതി തീർത്ത ആളുകൾ ഉണ്ടായിരുന്ന ഉസ്മാൻ ബിൻ അഫ്ഫാനെ പോലെ. അപ്പൊ നമുക്ക് തോന്നും ഖുർആൻ മുഴുവനും ഓതി തീർക്കാൻ എത്ര സമയം വേണം? ഒരു പെൺകുട്ടി കഴിഞ്ഞ വർഷം തോന്നുന്നു ഒരു പെൺകുട്ടി ഖുർആൻ മുഴുവനും കാണാതെ ഓതി. അവളെടുത്ത സമയം 6.5 മണിക്കൂർ സമയമാണ്. അതൊരു പെൺകുട്ടി ഇത്തിരി വിശ്രമിച്ച ഓതിയപ്പോൾ 6.5. അത് തുടർച്ചയായിട്ട് ഓതുകയാണെങ്കിൽ അതിലും താഴെ വരും. അത്രേ ഉള്ളൂ. നമുക്കിതൊരു ഖുർആനോ മുഴുവനോ ഞാനോ ഒരു മാസം കൊണ്ടോ ആകെ അൽബക്കറിന്റെ ഒരു പേജ് ഓതിയിട്ട് അന്ന് വെച്ച അടയാള ഇനി അടുത്ത റമളാനിലാണ് മുസാഹിബ് എടുത്ത് നോക്കുക. നമ്മളെ കാഴ്ചപ്പാടില് ഇതെന്തോ ഭയങ്കര സാധ, അത് ഇന്നെ കൊണ്ടൊന്നും കഴിയില്ല. അത് വല്ല മൗലവിമാരോ ഉസ്താദുമാരോ ഒരു പണിയില്ലാതെ പള്ളിയിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഓതുക. എന്നെ പോലെ തിരക്കുള്ള ആളൊക്കെ ഖുർആൻ ഓതി തീർക്കുക. നമുക്കൊരു പുച്ഛ അല്ലേ? ഓരോ രാത്രിയിലും അവർ ഓതി തീർത്തു അത്രേ ഖുർആൻ. അതുകൊണ്ട് ഈ റമളാൻ മാസം തന്നെ അള്ളാഹു ഇത്ര പോരിശയാക്കാനുള്ള കാരണം നിങ്ങൾക്കറിയില്ലേ? ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഈ ഭൂമിയിലേക്ക് ഖുർആൻ അവതരിപ്പിക്കാൻ വേണ്ടി അള്ളാഹു അതിനെ ഇറക്കി വെച്ച സമയമാണ് ഈ മാസം. അതുകൊണ്ട് ഈ മാസത്തില് നമ്മൾ ചെയ്യുന്ന ഏത് കാര്യത്തിലും ഖുർആനുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവണം. ആ ഖുർആൻ ധാരാളമായിട്ട് ഓതണം. അവസാനത്തെ 10ലും നമ്മൾ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുക, ധാരാളമായി ഓതുക. കഴിയുമെങ്കിൽ ഈ അവസാനത്തെ 10ൽ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ആ ഖുർആൻ ഓതി തീർക്കുമെന്ന് നമ്മൾ നിശ്ചയിക്കുകയും ആ ഖുർആൻ ഓതി തീർക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ നമ്മൾ നടത്തുകയും ചെയ്യുക. മറ്റൊന്ന് ഏറ്റവും പ്രധാനമായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈലത്തുൽ ഖദ്റിന്റെ വിശുദ്ധ റമളാൻ മാസത്തിന്റെ ശ്രേഷ്ഠത തന്റെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുക. എന്താ പഠിപ്പിച്ചു കൊടുത്തത്? അതാകും ശഹ്റു റമളാൻ ശഹ്റുൻ മുബാറകുൻ. റമളാൻ മാസം ആഗതമാകുമ്പോഴേ പ്രവാചകൻ തന്റെ സഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് പറയണേ, അതാകും ശഹ്റു റമളാൻ. റമളാൻ മാസം വന്നിട്ടുണ്ടോ? സന്തോഷത്തോടാ. യുബശ്ശിറു എന്ന് പറഞ്ഞേ ആ പ്രയോഗം എങ്ങനെയാ? യുബശ്ശിറു അസ്ഹാബഹു. സന്തോഷത്തോടെ, ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ പ്രവാചകൻ സഹാബത്തിനെ അറിയിക്കണേ, അതാകും ശഹ്റു റമളാൻ ശഹ്റുൻ മുബാറകുൻ. അനുഗ്രഹീതമായ മാസം വന്നെത്തിയിട്ടോ, ഈ മാസത്തിൽ അല്ലാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കി കേട്ടോ എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം റസൂല് പറയാണ്, ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ. അതെ, റമളാൻ മാസത്തിൽ, ആ റമളാൻ മാസത്തിനെ പറ്റി പറഞ്ഞപ്പോ 30ഓ 29ഓ ദിവസമുള്ള ഒരു റമളാൻ മാസത്തെ എടുത്തു പറഞ്ഞപ്പോ അതിൽ ഒരൊറ്റ ദിവസത്തെ പ്രവാചകൻ എടുത്തു പറഞ്ഞു, ഫീഹി ലൈലത്തുൻ. ആ മാസത്തിലെ ഒരു രാത്രി ഉണ്ട് ട്ടോ. നമ്മളൊരു പഴം തോലിങ്ങനെ പൊളിച്ച് തിന്ന് ഒരു പഴം തിന്നുമ്പോ ആ തോലിന്റെ ഉള്ളിലുള്ള കാമ്പുണ്ടല്ലോ, ആ കാമ്പ് കിട്ടാൻ എത്ര ഉള്ളിലേക്കും നമ്മൾ പോകൂലേ? ആ കാമ്പല്ലേ നമുക്ക് കിട്ടേണ്ടത്. കുറെ തോല് പൊളിച്ച് മടുത്ത് അത് വലിച്ചെറിഞ്ഞു പോയിട്ട് ആ കാമ്പ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വിഡ്ഢിയാവൂലേ? റമളാനിന്റെ കാമ്പ് എന്ന് പറയുന്നത് ആ ലൈലത്തുൽ ഖദ്റാണ്. ഒരു റമളാൻ മാസം ഒരു മനുഷ്യന്റെ മുമ്പിൽ കിട്ടിയിട്ട് ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് ചിന്തിക്കാൻ ഓന് നേരം കിട്ടിയില്ലെങ്കിൽ ഓൻ ആ റമളാനിന്റെ കാമ്പ് കിട്ടിയിട്ടില്ല. പ്രവാചകൻ പറയാണ്, ഫീഹി ലൈലത്തുൻ. അതിലൊരു രാത്രി കിട്ടോ, ഒരു രാത്രി ഖൈറുൻ. ആ രാത്രി ഉത്തമമാണ്. എന്തിനേക്കാൾ? മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളെക്കാൾ. 1000 മാസം എന്ന് പറഞ്ഞാൽ എത്ര നിങ്ങൾക്ക് അറിയാം? 83 കൊല്ലവും 4ഓ 5ഓ മാസവും. നമുക്ക് കണക്കൂട്ടാൻ വേണ്ടി എളുപ്പത്തിൽ 84 കൊല്ലം എന്ന് പറയാം. 84 കൊല്ലം. 84 കൊല്ലം ഒരാൾ ആരാധന ചെയ്താൽ, ജീവിച്ചാൽ എന്നല്ല, നമ്മളിപ്പോ 80ഓ 90ഓ കൊല്ലമൊക്കെ ജീവിക്കും. അതില് ആരാധനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നതേ 2ഓ 3ഓ കൊല്ലം ഉണ്ടാവുള്ളൂ. ഒരു 85 കൊല്ലം ജീവിക്കുന്ന ഒരാള് ആരാധനക്കും നിസ്കാരത്തിനു വേണ്ടി മാറ്റിവെച്ച സമയത്തെ മണിക്കൂറുകളിലേക്ക് മാറ്റിയാൽ 2 കൊല്ലം അഥവാ 700 ദിവസമുള്ള 2 കൊല്ലം, അതിൽ എത്ര മണിക്കൂറുണ്ടോ അത്ര മണിക്കൂറേ ഉണ്ടാവുള്ളൂ ആകെ ആരാധനക്ക്. അപ്പോ 84 കൊല്ലം ഒരാൾ ആരാധന ചെയ്യണമെങ്കിൽ അയാൾ എത്ര കൊല്ലം ജീവിക്കണം? ഒരാളുടെ ആരാധന മാത്രം 84 കൊല്ലത്തിലേക്ക് മാറണമെങ്കിൽ അയാൾ എത്ര നൂറ്റാണ്ട് ജീവിക്കണം?
അത്രയും കാലം ജീവിച്ച് ആരാധന ചെയ്ത ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്താണോ ആ പ്രതിഫലം ഒരൊറ്റ രാത്രി കൊണ്ട് കിട്ടുമെന്ന് പടച്ച റബ്ബ് പറഞ്ഞിട്ട് അത് വാങ്ങാനും നേടാനും താല്പര്യമില്ലാത്ത മഹാവിഡ്ഢികളായി നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നരകത്തിന്റെ അവകാശികൾ നമ്മൾ തന്നെയാണ്. നരകത്തിലേക്ക് ഇങ്ങനെ പിടിച്ചിടുമ്പോഴേ ഈ നമ്മള് പുഴയിൽ നിന്നൊക്കെ വലയിൽ മീൻ പിടിച്ചിട്ടേ ആ മീനിനെങ്ങനെ മീനിന്റെ കൊട്ടയിലേക്ക് ഇടുമ്പോ ഈ മീനിങ്ങനെ കൊതറി പുറത്തേക്ക് ചാടാൻ ശ്രമിക്കൂലേ, അതേപോലെ നമ്മളെ ഈ മലക്കുകള് ഈ നരകത്തിലേക്ക് ഇങ്ങനെ പിടിച്ചിടുമ്പോഴേ നമ്മളിങ്ങനെ കൊതറി പുറത്തേക്ക് ചാടാൻ ശ്രമിക്കുമ്പോ ആ മലക്കുകൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സൂറത്തുൽ മുൽക്കില് അലം യഅ്തികും നദീർ, അല്ല നിങ്ങൾ എന്താ അതൊരു പരിചയമില്ലാത്ത പോലെ? ഇങ്ങനെ സംഭവിക്കുമെന്ന് നേരത്തെ ആരും നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? വഴിവിട്ട് ജീവിച്ചാൽ, വൃത്തികെട്ട ജീവിതം നയിച്ചാൽ ഇതായിരിക്കും അനന്തരഫലമെന്ന് ഒരാളും നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? എന്താ ഇങ്ങനെ പെരുമാറ്റം? അപ്പൊ നമ്മൾ പറയുന്ന മറുപടി, ആ നരകാവകാശി പറയുന്ന മറുപടി എന്താ? പറഞ്ഞിരുന്നു, ഒരൊറ്റ രാത്രി കൊണ്ട് ആ രാത്രി മാത്രം ശ്രദ്ധിച്ചാൽ ഈ നരകത്തിൽ നിന്ന് മോചിതരാകാനുള്ള വഴി വരെ റബ്ബ് ഞങ്ങൾക്ക് തന്നിരുന്നു. പക്ഷേ ഞങ്ങൾ അതൊക്കെ നിഷേധിച്ചു. അതൊക്കെ പൊട്ടത്തരാണ്, അതൊക്കെ വെറുതെ പറയാണ്, അതുകൊണ്ടൊന്നും കാര്യമില്ല, അതൊക്കെ ബുദ്ധിയില്ലാത്തവന്റെ വർത്താനാണ്, ഞങ്ങൾ മാത്രമാണ് ബുദ്ധിയുള്ള ആളുകൾ എന്ന് പറഞ്ഞ് ഞങ്ങൾ സകലതിനെയും നിഷേധിച്ചു. ഞങ്ങൾ അതിനെയൊക്കെ നിഷേധിച്ചു. അതിന്റെ ഫലമാണ് ഇന്ന് അനുഭവിക്കുന്നത്. അവ പ്രിയപ്പെട്ടവരെ, ലൈലത്തുൽ ഖദറിനെ തേടണം. അവസാനത്തെ 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു റമദാനിൽ ആദ്യത്തെ 10 ലൈലത്തുൽ ഖദറിനെ തേടി അന്വേഷിച്ചു. ആ രാത്രിയിലൊക്കെ ഉറങ്ങാതെ ലൈലത്തുൽ ഖദർ കാത്തിരുന്നു. പിറ്റത്തെ റമദാനിൽ രണ്ടാമത്തെ 10 പ്രവാചകൻ ലൈലത്തുൽ ഖദറിനെ തേടി ഉറങ്ങാതെ കാത്തിരുന്നു. ആ റമദാനിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, റസൂലേ, നിങ്ങൾ അന്വേഷിച്ച 2 10-ലുമല്ലാതെ നിങ്ങളുടെ മുമ്പിൽ വരാനിരിക്കുന്ന ഒരു 10 ഉണ്ടല്ലോ, അതിലാണ് അതുണ്ടാവുക. അപ്പോ ലൈലത്തുൽ ഖദർ അവസാനത്തെ 10 ദിവസങ്ങളിലാണ് എന്ന് വ്യക്തമായി. ഒരു രാത്രിയാണ്, ആ 10-ൽ ഏതെങ്കിലും ഒരു രാത്രിയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന്റെ അടുത്തേക്ക് ആവേശത്തോടു കൂടി വന്നു. പെട്ടെന്ന് പ്രവാചകന്റെ മുഖത്തുനിന്ന് ആവേശം ഇല്ലാതായി. അപ്പൊ സഹാബത്ത് ചോദിച്ചു, എന്തേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈലത്തുൽ ഖദർ എന്നാണ് എന്ന് അള്ളാഹു എനിക്ക് അറിയിച്ചു തന്നു. ആ സന്തോഷം നിങ്ങളെ അറിയിക്കാൻ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരവേ വഴിയിൽ വെച്ച് 2 ആളുകൾ തമ്മിൽ തല്ലുകൂടുന്നത് കണ്ടു. ഞാൻ അവരെ പിരിച്ച് പ്രശ്നം തീർത്ത് അവരെ മസ്ലഹത്തുണ്ടാക്കി അവരെ പിരിച്ചു വിട്ടപ്പോഴേക്ക് എന്റെ മനസ്സിൽ നിന്ന് ആ ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ട വിവരം അല്ലാഹു തആല ഉയർത്തി കളഞ്ഞു, എന്റെ ഓർമ്മയിൽ നിന്ന് പോയി. അതുകൊണ്ട് നിങ്ങൾ അവസാനത്തെ 10-ലെ ഒറ്റയായ രാത്രികളിൽ ലൈലത്തുൽ ഖദറിനെ അന്വേഷിക്കണം. ഇന്ന് സൂര്യൻ അസ്തമിച്ചാൽ ഒരു രാത്രി ഉണ്ടല്ലോ അല്ലെ, ആ രാത്രി ഒറ്റയായ രാത്രിയാണ്. അതായത് 21ാമത്തെ നോമ്പിന്റെ രാത്രിയാണ്. ഇസ്ലാമിന്റെ കാലഘടനാ സമ്പ്രദായ പ്രകാരം സൂര്യാസ്തമയം മുതലാണ് ഒരു ദിവസം ആരംഭിക്കുക, അടുത്ത സൂര്യാസ്തമയം വരെ. അപ്പോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഈ രാത്രി ഉണ്ടല്ലോ, അത് നാളത്തെ പകലിന്റെ രാത്രിയാണ്. അതുകൊണ്ട് ഈ രാത്രി അത് 21ാമത്തെ നോമ്പിന്റെ രാത്രി ആയതുകൊണ്ട് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാവുന്ന ഒരു രാത്രിയാണ്. പിന്നെ 23ന്റെ രാത്രി, പിന്നെ 25ന്റെ രാത്രി, പിന്നെ 27ന്റെ രാത്രി, പിന്നെ 29ന്റെ രാത്രി. പ്രിയപ്പെട്ടവരെ, അള്ളാഹു എന്തുമാത്രം കാരുണ്യവാനാണ്. ഈ 30 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു രാത്രിയിൽ ലൈലത്തുൽ ഖദർ ഉണ്ട് എന്ന് പറഞ്ഞാൽ 30 നാളും നമ്മൾ ഉറങ്ങാതെ ഇരിക്കേണ്ടി വരുമായിരുന്നു. 15-ലുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും നമ്മൾ പ്രയാസപ്പെടേണ്ടി വരുമായിരുന്നു. അള്ളാഹു ചുരുക്കി അവസാനം അത് 5-ലേക്ക് ഒതുക്കി. ഈ 5-ലെവിടെയോ ഉണ്ടത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ലൈലത്തുൽ ഖദർ കിട്ടിയാൽ ഈ ദുന്യാവിലെ മറ്റൊന്നും അതിന് പകരാവൂല. അത്രയും വലിയ സമ്പത്താണത്. കോടീശ്വരനാകും അവൻ, അത്രയും വലിയ ധനികനാകും അവൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
റമദാനിന്റെ അവസാനത്തെ 10 നമ്മുടെ മനസ്സിൽ ഒരു നല്ല നിയ്യത്ത്, ഈ പ്രാവശ്യത്തെ ലൈലത്തുൽ ഖദർ ഈ ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ ആ ലൈലത്തുൽ ഖദറിന്റെ കണക്കാക്കാനാവാത്ത പ്രതിഫലം ചില ഭാഗ്യവാന്മാർ നേടിയെടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഞാനുണ്ടാകും എന്നൊരു തീരുമാനമെടുക്കും. അതിന് കഷ്ടപ്പെടുന്നു വേണ്ട. ആ ലൈലത്തുൽ ഖദർ ഉണ്ടാവാൻ സാധ്യതയുള്ള രാത്രി ഉണ്ടല്ലോ, ആ രാത്രിയിൽ നമ്മൾ ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കുക, നിസ്കരിക്കുക, ഖുർആൻ ഓതുക, പ്രാർത്ഥിക്കുക, തൗബ ചെയ്യുക, സ്വതക്ക ചെയ്യുക, നമ്മുടെ കുടുംബത്തെയും നമ്മുടെ കൂടെ കൂട്ടുക. ഇത്തിരി കുറഞ്ഞ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടത് എങ്ങനെ? പണ്ഡിതന്മാർ 5 രൂപ പറഞ്ഞേ, ഒന്നുകിൽ രാത്രി മുഴുവനും ജീവിപ്പിക്കാം, അല്ലെങ്കിൽ രാത്രിയുടെ ആദ്യം രാത്രിയുടെ അവസാനം, ഈ 2 സമയത്തെ ജീവിപ്പിക്കാം, അല്ലെങ്കിൽ രാത്രിയുടെ അവസാനത്തെ ജീവിപ്പിക്കാം, അല്ലെങ്കിൽ രാത്രിയുടെ ആദ്യത്തെ ജീവിപ്പിക്കാം. ഇനി നിസ്കരിക്കാനൊന്നും പറ്റാത്ത സഹോദരിമാരൊക്കെ ഉണ്ടാവും വീട്ടിൽ, വലിയ അശുദ്ധി ഉള്ളവര്, രോഗികള്, ഓർക്ക് നിസ്കരിക്കാനും നോമ്പോൽക്കാനൊന്നും പറ്റുന്നില്ല. അവര് നിരാശരാവണ്ട. എനിക്ക് ലൈലത്തുൽ ഖദർ കിട്ടണമെന്ന ആ നിയ്യത്തോടുകൂടി, അള്ളാഹുവിന്റെ കൂലി കിട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടി അവർ ഉണർന്നിരിക്കട്ടെ. പ്രാർത്ഥനകളും ദിക്റുകളും, അവർ മനഃപ്പാഠമാക്കിയ ഖുർആനും മൊബൈലുകൾ ഉപയോഗിച്ച് ഖുർആൻ പാരായണങ്ങളും ഒക്കെ അവർ എമ്പാടും ചെയ്യട്ടെ. അവരുടെ മനസ്സിന്റെ നിയ്യത്തിന് അള്ളാഹു അവർക്ക് കൂലി കൊടുക്കും. അപ്പോ ഈ കൊല്ലത്തെ റമദാനിലെ ലൈലത്തുൽ ഖദർ ഞാൻ വാങ്ങും. അടുത്ത റമദാനില് ഞാൻ ഉണ്ടാവുമെന്ന് അറിയില്ല, ഉണ്ടായാൽ തന്നെ എനിക്ക് പറ്റണമെന്നറിയില്ല. രോഗങ്ങളൊക്കെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഒരാൾ, ഞങ്ങൾ ഒന്നിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കെ ഒരാളുടെ ചുണ്ടിങ്ങനെ കണ്ട് കോടി, ഈ ചെറിയ ഈ കവിളിലൂടെ ഉമിനീരിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി, പെട്ടെന്ന് ഓടിക്കൊണ്ടുപോയി, കഴിഞ്ഞു. ഒരു സ്ട്രോക്ക്. ഒരു മുന്നറിയിപ്പില്ല. ഇനി എന്നെണീക്കും അല്ലാഹു ആലം, അല്ലേ? ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അതുകൊണ്ട് ഇപ്പൊ കിട്ടിയതാ, ഇത് കളയരുത്. അടുത്തിനുണ്ടാവുന്നൊരു ഉറപ്പില്ല. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഈ വർഷത്തെ ലൈലത്തുൽ ഖദർ നമ്മുടെ നിയ്യത്തിൽ ഉണ്ടാവട്ടെ. അപ്പൊ ഒന്ന് ഇത്തിഖാഫ്, 2 സദഖ, 3 ഖുർആൻ പാരായണം, 4 ലൈലത്തുൽ ഖദറിന് വേണ്ടിയുള്ള അടങ്ങാത്ത ആഗ്രഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമായ റമദാൻ മാസത്തിലെ എല്ലാ നന്മകളെയും നമുക്ക് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിച്ച ഒരു ചെറിയ ആയത്താണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹാ അസ്സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. സാരിഉ എന്താ അങ്ങനെ പറഞ്ഞാല്? ഗൾഫിലൊക്കെ പോയ ആൾക്കാർക്ക് അറിയാലോ, ആ നാട്ടുകാർ ഏറ്റവും ഏറെ ഉപയോഗിക്കുന്ന ഒരു പദാണ് സുർഅ. എന്താ സുർഅ പറഞ്ഞാല്? വേഗം എന്നാ. വസാരിഉ, നിങ്ങൾ വേഗത്തിൽ പ്രവർത്തിക്കുക. വസാരിഉ, നിങ്ങൾ വേഗത്തിൽ പോവുക. എന്നിട്ട് ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് നിങ്ങൾ പോവുക. തെറ്റ് ചെയ്യാത്ത ഒരൊറ്റ മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല, പ്രവാചകന്മാരല്ലാതെ. ആ തെറ്റുകൾക്കാവട്ടെ അല്ലാഹു നിശ്ചയിച്ച ശിക്ഷ സഹിക്കാവുന്നതിലും എത്രയോ വലുതാണ്. അതുകൊണ്ട് തന്നെ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. നമ്മുടെ പണമോ, നമ്മുടെ പ്രതാപമോ, നമ്മുടെ സ്വാധീനമോ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തൂല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതേ മഹ്ശറയിലെ ദിവസത്തിന്റെ പ്രത്യേകത ദിർഹമും ദീനാറും പ്രയോജനപ്പെടാത്ത ദിവസമാണ്. എന്താ ദിർഹമും ദീനാറും? ദീനാറ് സ്വർണ്ണ നാണയ, ദിർഹം വെള്ളി നാണയ. സമ്പത്ത് ഉപകാരപ്പെടാത്ത ദിവസം. ആ ഒരു ദിവസം വരാണ്ട് ആ ദിവസത്തിലെ രക്ഷപ്പെടണമെങ്കിൽ ഒരൊറ്റ മാർഗമുള്ളൂ, നമ്മുടെ പാപങ്ങൾ അല്ലാഹ് പുറത്തു തരണം. വേറെ ഒരു മാർഗമല്ല. പാപം ചെയ്യാതിരിക്കുന്നതല്ലേ നമ്മളെ സംബന്ധിച്ച് അസാധ്യമായ സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ആ ചെയ്ത പാപങ്ങൾ നമ്മുടെ റബ്ബ് നമുക്ക് പുറത്തു തരണം. അതുകൊണ്ട് സാരിഉ,
നിങ്ങൾ വളരെ വേഗത്തിൽ പുറപ്പെട്ടോളൂ. എങ്ങോട്ട്? ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക്. നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാൻ ലളിതമായ ചില ഉപാധികൾ വെച്ചിട്ടുണ്ട്. ആ ലളിതമായ ഉപാധികളിലേക്ക് കുതിച്ചു ചെന്നോളൂ. ആ പാപമോചനത്തിലൂടെ നിങ്ങൾ എവിടെ എത്തുക? സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. ആ പാപമോചനത്തിലൂടെ നിങ്ങൾ എത്തുന്നത് സ്വർഗത്തിലേക്കാണ്. എന്താ സ്വർഗത്തിന്റെ പ്രത്യേകത അറിയോ? സ്വർഗം എന്ന് പറഞ്ഞാല് 7 ആകാശങ്ങളും ഭൂമിയും അതൊക്കെ ചേർത്ത് വെച്ചാലും അതെത്ര വിശാലമാണോ അതിനേക്കാൾ വിശാലമായ സ്വർഗം. എന്താ ഈ ഭൂമിയിലൊക്കെ ഒരു 10 സെന്റ് സ്ഥലം വാങ്ങാൻ വേണ്ടി നമ്മൾ എത്ര കാലം കഷ്ടപ്പെടുന്നല്ലേ. ചില ആൾക്കാരുടെ ജീവിത സ്വപ്നാണ് ഒരു 5 സെന്റ് സ്ഥലം വാങ്ങണം, അതിനൊരു വീട് വെക്കണം. അതിനും വേണ്ടി ജീവിതകാലം മുഴുവൻ പല കോലത്തില് പീഡനങ്ങൾ സഹിച്ച് കഷ്ടപ്പെട്ട് എടങ്ങേറായി പട്ടിണി കടന്ന് വിദേശത്ത് പോയി അടികൊണ്ട് തെറികൊണ്ട് കുടുംബം കാണാതെ എന്തൊരെടങ്ങേറെന്തരങ്ങള് ഈ ഭൂമിയിൽ 5 സെന്റ് ഭൂമി വാങ്ങാൻ. എന്നിട്ടോ പോകുമ്പോ അതുകൂടെ ഇട്ട് പോവും, നമ്മളാരും കൊണ്ടുപോകില്ല. നമ്മൾ പോയാൽ ആ ഭൂമി വേറെ ആളെ പേരുണ്ടാവും. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഭൂമിയിലുള്ള സകല സ്വത്തും, എത്ര മുതലാളിമാരുണ്ട് ഭൂമിയിൽ? കോടി 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 ബില്യൺ ഡോളറിന്റെ സ്വത്തില്ലേ ഈ ഭൂമിയിൽ? ആ സ്വത്തെല്ലാം പാടെ ഒരു ചാക്കിൽ കെട്ടിയിട്ടേ അള്ളാഹുവിന്റെ അടുക്കൽ കൊണ്ടേ കൊടുത്തിട്ടേ, പടച്ചോനെ ഇതിനു പകരം സ്വർഗം വേണമെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണേ, ലോകത്തിലെ മുഴുവൻ സ്വത്തും ചേർത്ത് വെച്ചാൽ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലത്തിന് തികയില്ല. ഈ കോയമ്പത്തൂർ അങ്ങാടിയിൽ ഏറ്റവും വില കൂടിയിടത്ത് നമുക്കൊരു ഏക്കർ സ്ഥലമുണ്ട്. ദുബായിലുണ്ട്, അബുദാബിയിലുണ്ട്, സ്വന്തമായിട്ടുണ്ട്, UK-ലുണ്ട്, കാനഡയിലുണ്ട്. എല്ലാം പാടെ കൂട്ടിയാലേ നാളെ സ്വർഗത്തിലെ ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലത്തിന് പകരാവൂല. ആ സ്വർഗം പടച്ചോ നമുക്ക് തരും. എന്തായെന്നറിയോ? നമ്മുടെ പാപങ്ങൾ പുറത്തു തന്നാൽ. ഭാഗ്യല്ല കൂട്ടരെ അത്. ഇവിടെ ഈ ലോകത്ത് പൈസ ഉണ്ടാക്കാൻ പൈസ പോലെ മാത്രമേ വെച്ചുള്ളൂ. ഞാനിപ്പോ എന്റെ പയ്യിലുള്ള മുഴുവൻ ഉപയോഗിച്ച് വൈകുന്നേരം വരെ അധ്വാനിച്ചാല് എന്റെ 1000 ഉറുപ്പ്യ ഒരു പക്ഷെ 1100 ആക്കാൻ പറ്റും. അതിലേറെ എനിക്ക് കഴിയില്ലല്ലോ. പക്ഷേ അനശ്വരമായ സ്വർഗം ഒരിക്കൽ കിട്ടിയാൽ പിന്നെ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത, ഒരിക്കൽ നമ്മൾ കേറിയാൽ ഇറങ്ങിപ്പോയിക്കോ എന്ന് ഒരിക്കലും നമ്മളോട് പറയാത്ത, മരണമില്ലാത്ത, രോഗമില്ലാത്ത അനശ്വരമായ സ്വർഗലോകം. എന്തല്ലേ ആ സ്വർഗം നമുക്ക് തരാനേ അള്ള റെഡിയാ. അല്ലാഹു തആല പറഞ്ഞേ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം വലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. ഒരുപാട് തെറ്റ് ചെയ്ത ചില മനുഷ്യന്മാരുണ്ട്. ഞാൻ ഇനി നന്നാവൂല, ഞാൻ എന്ത് കാട്ടിയിട്ടും കാര്യമില്ല, ഞാൻ നന്നാവൂല എന്ന് വിചാരിക്കുന്ന ആൾക്കാരെ അവരോട് അല്ലാഹു പറയാണ്, നിരാശരാവണ്ടട്ടോ, തെറ്റുകളുടെ കാര്യത്തിൽ നിരാശരാവണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. നിങ്ങളെ പാപങ്ങൾ എത്ര ഉണ്ടെങ്കിലും റബ്ബ് പൊറുക്കുട്ടോ. പക്ഷെ അതിന് റബ്ബ് പറഞ്ഞ പണികൾ എടുക്കണം. ഈ റമളാനെ അതിന് പറ്റിയ ദിവസമാണ്. റമളാനിന്റെ ഓരോ രാത്രിയിലും നരകത്തിലേക്ക് ഉറപ്പായി നിൽക്കുന്ന കുറെ പേരുകളുണ്ടല്ലോ. ആ പേര് അമ്മ വെട്ടിയിട്ട് ആ പേര് സ്വർഗത്തിന്റെ പട്ടികയിലേക്ക് മാറ്റി എഴുതും. എന്തുകൊണ്ട് അറിയോ? ഈ റമളാനിൽ അടിമ അല്ലാഹുവേ ഞാൻ ചെയ്ത തെറ്റുകൾ പൊറുക്കണേ റബ്ബേ എന്ന് നെഞ്ചുരുകി അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ തെറ്റുകൾ പുറത്തു കൊടുത്ത് നരകത്തിന്റെ പട്ടികയിൽ നിന്ന് മാറ്റി എഴുതും കാരുണ്യവാനായ റബ്ബ്. കൂട്ടരെ, ഇത്രയും കാരുണ്യവാനായ റബ്ബുണ്ടായിട്ട് ഈ റമളാൻ 20ാമത്തെ ദിവസം അത്. ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമ്മൾ ചെയ്ത തെറ്റുകളെ കുറിച്ച് ഓർത്ത് നമ്മുടെ കണ്ണൊന്ന് നിറഞ്ഞോ? ഒന്ന് ശബ്ദം പതറിയിട്ട് കണ്ണൊന്ന് നിറഞ്ഞിട്ട് റബ്ബേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ ഈ പുറത്തു തരണം കേട്ടോ എന്നൊന്ന് തൊണ്ടയിടറി റബ്ബിനോട് പറയാൻ നമ്മുടെ അഹങ്കാരം നമ്മളെ സമ്മതിച്ചോ? അതാണ് റസൂൽ പറഞ്ഞേ. നിങ്ങൾ മുമ്പ് കേട്ടതല്ലേ, മദീനത്തെ പള്ളിന്റെ മിമ്പർ വന്നിട്ട് ആമീൻ ആമീൻ ആമീൻ. പിന്നെ ഖുത്ബയിൽ പറഞ്ഞു,
താഴെറങ്ങിയപ്പോ ആൾക്കാർ ചോദിച്ചില്ലേ, എന്തിനായിരുന്നു നബി ഒരു ആമീൻ പ്രാർത്ഥന ഒന്നും കേട്ടില്ല? അപ്പൊ റസൂൽ പറഞ്ഞതാ, എന്റെ മുമ്പിൽ ജിബ്രീൽ വന്നിട്ട് എന്റെ മുമ്പിൽ ഒരു പ്രാർത്ഥന നടത്തി. എന്താണ് ആ പ്രാർത്ഥന എന്നറിയോ? ഒരു റമളാൻ മാസത്തിനെ ഒരു മനുഷ്യന് കിട്ടിയിട്ട് ആ റമളാൻ മാസത്തിനെ ഉപയോഗപ്പെടുത്തി പാപമോചനത്തിന് വേണ്ടി ശ്രമിക്കാത്ത മനുഷ്യൻ അവൻ നശിച്ചു പോകട്ടെ. മൻ അദ്റക ഷഹ്റ റമളാൻ. കേട്ടോളിട്ടോ, നമുക്കൊക്കെ ബാധകാത്. ഒരു റമളാൻ മാസം ഒരു കേടുമില്ലാതെ ആരോഗ്യത്തോടെ ഭയപ്പാടില്ലാതെ സമാധാനത്തോടെ ഒരു റമളാൻ മാസം. നമ്മളാരും റമളാനിൽ മെഡിക്കൽ കോളേജ് അഡ്മിറ്റ് ആയിട്ടില്ലല്ലോ. നിങ്ങൾ കണ്ടുക്കണോ? കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മുമ്പില് CH സെന്ററിന്റെ മുമ്പില് തൂക്കുപാത്രവുമായി കാത്തു നിൽക്കുന്ന 25-30 വയസ്സ് പ്രായമുള്ള പെണ്ണുങ്ങൾ. എന്തിനറിയോ? നോമ്പ് തുറക്കാനുള്ള കഞ്ഞിക്ക് അവരുടെ വേണ്ടപ്പെട്ടവർ മെഡിക്കൽ കോളേജിൽ കിടക്കുക. വിട്ടുപോകാൻ പറ്റൂല, കൂടെ നിൽക്കണം. നോമ്പ് നോറ്റുകൊണ്ട. എന്നിട്ട് പൊരിവെയിലത്ത് നോമ്പ് തുറക്കാൻ കഞ്ഞി, പൊറാട്ടി ഇറച്ചിയല്ല, കഞ്ഞി കിട്ടാൻ വേണ്ടി വഴി നിൽക്കുക. നമ്മളെ വീട്ടിലെ ഒരാള്, നമ്മുടെ വേണ്ടപ്പെട്ട ഒരാള് ആശുപത്രിയുടെ ICUവിലാണെങ്കിൽ ഇന്ന് ഈ പള്ളിയിൽ നമ്മൾ ഉണ്ടാവൂല. ICUവിന്റെ മുമ്പില് ചില്ലുവാതിലേക്ക് ചാരി നമ്മൾ തളർന്നിരിക്കും. അള്ളാന്റെ അനുഗ്രഹത്തിന്റെ വലിപ്പല്ലേ. കേടുകൂടാത്ത ഒരു റമദാൻ പഠിച്ചോ നമുക്ക് നിങ്ങളുടെ ആലോചിച്ചണി. ഒരറ്റാക്ക്, ഒരു വേദന, ഒരു ചുമച്ചു തുപ്പിയപ്പോ ഒരിത്തിരി ചോര, എവിടെയോ ഒരു മുഴ, RCC അല്ലെങ്കിൽ വെല്ലൂര് അല്ലെങ്കിൽ അങ്ങനെ ഒരു പേര് കേട്ടപ്പോ തളർന്നു പോവില്ല. പിന്നെന്ത് നോമ്പ്, പിന്നെന്ത് ഈത്തികാഫ്, പിന്നെന്ത് റമദാൻ. അതൊന്നുമില്ലാതെ സമാധാനത്തിന്റെ ഒരു മാസം റബ്ബ് തിന്നിട്ട് പടച്ചോനെ എന്നോട് ഇത്ര കരുണ കാട്ടിയില്ലേ റബ്ബേ, എന്റെ പാപങ്ങളൊക്കെ പൊറുക്കണം കേട്ടോ എന്ന് പറയാൻ നമ്മുടെ അഹങ്കാരത്തിന്റെ മനസ്സ് സമ്മതിക്കുന്നില്ലെങ്കിലേ റസൂലുള്ള പറയാണ്. എന്താ പറഞ്ഞറിയോ? ഒരു മനുഷ്യൻ ഒരു റമദാൻ മാസം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നിട്ട് മൻ അദ്റക ശഹ്റ റമദാൻ, ഒരു മനുഷ്യന് ഒരു റമദാൻ മാസത്തെ കിട്ടി. എന്നിട്ടോ ഫലം യുഗ്ഫർ ലഹു, അവന്റെ ഒരൊറ്റ പാപവും ആ റമദാനിൽ പൊറുക്കപ്പെട്ടില്ല. ഒരൊറ്റ പാപം. കാരണം ആ പാപം പൊറുക്കാൻ അവൻ റബ്ബിനോട് പറഞ്ഞില്ല, റബ്ബിനോട് കരഞ്ഞില്ല, റബ്ബിനോട് തേടിയില്ല. അതുകൊണ്ട് റമദാൻ കഴിഞ്ഞ് ശവ്വാൽ 1 അവന്റെ പാപത്തിന്റെ പട്ടികയിലെ ഒരു പാപം പോലും ഇല്ലാതായിട്ടില്ല എങ്കിൽ അങ്ങനെ അവൻ നരകത്തിലേക്ക് അങ്ങോട്ട് പോയി എങ്കിൽ അവനെ അല്ലാഹ് നശിപ്പിക്കട്ടെ. ഇത്രയും നല്ല ഒരു ഗോൾഡൻ ചാൻസ്, പൈസ കൊടുക്കണ്ട. നിങ്ങൾ ചെയ്ത ഒരു പാപം പൊറുക്കണമെങ്കിൽ പാപത്തിന്റെ വലിപ്പനുസരിച്ച് വ്യഭിചാരമാണോ 5 ലക്ഷം കെട്ടിവെക്കണം, കൊലപാതകമാണോ 50 ലക്ഷം കെട്ടിവെക്കണം, മോഷണമാണോ 5000 കെട്ടിവെക്കണം. അല്ലാഹ് ചോദിച്ചില്ലല്ലോ, നയാ പൈസ ചോദിച്ചിട്ടില്ല. ഒരു പൈസകൾ അല്ലാഹ് കൊടുക്കണ്ട. മനസ്സറിഞ്ഞ്, ഹൃദയമറിഞ്ഞ്, ചുണ്ട് വിതുമ്പി, കണ്ണ് നനഞ്ഞ് റബ്ബേ പൊറുക്കണം കേട്ടോ, ഇനി ഞാൻ ആവർത്തിക്കില്ല റബ്ബേ എന്ന ഒരു വാക്ക് മതി പൊറുക്കാൻ. അതിന് നമ്മൾ തയ്യാറാവാതെ നാളെ പരലോകത്ത് അവസാനം നരകത്തേക്ക് ഇങ്ങനെ എറിയുമ്പോൾ നമ്മളിങ്ങനെ പെടഞ്ഞിട്ടേ ഒരു കാര്യം ഉണ്ടാവില്ല. നമ്മുടെ നരകം നമ്മളാണ് വാങ്ങിയത്. നമുക്ക് നാമേ പണിവതു നാഗം, നരകവും അതുപോലെ. പണ്ട് കവി പറഞ്ഞതാ, നമ്മുടെ സ്വർഗം നമ്മളാണ് വാങ്ങണേ, നമ്മുടെ നരകം നമ്മളാണ്ടാക്കണേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അമൂല്യമായ ഈ റമദാനിന്റെ അവസാനത്തെ തീ പിടിക്കുന്ന വില പിടിച്ച നാളുകളിലേക്ക് നമ്മുടെ ജീവിതം പോവുക. കേടുപാടൊന്നുമില്ല, അൽഹംദുലില്ലാഹ്. ഇങ്ങനെ തന്നെ അവസാനം വരെ അല്ലാഹു നമ്മൾ നിലനിർത്തട്ടെ. ഈ റമദാനിൽ എന്തൊക്കെ കർമ്മങ്ങളാണോ പുണ്യമെന്ന് പഠിപ്പിച്ചത് ആ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ അല്ലാഹു നമുക്ക് ഈമാൻ പ്രദാനം ചെയ്യുമാറാവട്ടെ. അതിനുള്ള സന്മനസ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നന്മയിൽ നിന്ന് നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്ന പൈശാചിക പ്രേരണകളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ കാരുണ്യത്തിനും അനുഗ്രഹത്തിനും നന്ദി കേട് കാണിക്കുന്ന വൃത്തികെട്ടവരുടെ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. പ്രവാചകനെ മാതൃകയാക്കി ആ പ്രവാചകന്റെ സൽക്കർമ്മങ്ങൾ, ബിദ്അത്തുകളില്ലാതെ ആ സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ പൂർണ്ണമായി ചെയ്യാൻ അല്ലാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ. 2 കാര്യങ്ങൾ സാന്ദർഭികമായിട്ട്. ഒന്ന്, ഫിത്ർ സക്കാത്ത്. റമദാൻ അവസാനിക്കുമ്പോൾ നമ്മുടെ മേൽ നിർബന്ധമാകുന്ന ഒരു കർമ്മമാണ് സക്കാത്തുൽ ഫിത്ർ. സാധാരണ സക്കാത്ത് എന്ന് പറയുമ്പോൾ അത് പണക്കാർക്ക് നിർബന്ധമാകുന്ന കാര്യമാണ്. ഫിത്ർ സക്കാത്ത് ജീവന്, പണക്കാർക്കല്ല, ജീവനുള്ളവർക്ക് നിർബന്ധമാകുന്ന കാര്യമാണ്. ജീവനുള്ള എല്ലാവരും
പെരുന്നാൾ ദിവസത്തെ ഭക്ഷണത്തിനുള്ള ചെലവ് കഴിച്ച് പിന്നെ എന്തെങ്കിലും ഒരാളൊക്കെ അയാൾക്ക് വീടില്ല, കുടിയില്ല, ഒന്നുമില്ല. അയാൾ പാർക്കുന്നത് ഈ എന്താ പറയാ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ അയാൾ പാർക്കുക. അവിടെ ചെറിയൊരു കലത്തിൽ ചോറൊക്കെ വെച്ച് അങ്ങനെ പാർക്കുക. അയാളും ഭാര്യ 2 കുട്ടികളുണ്ട്. അയാളെടുത്ത് 5 കിലോ അരി ഉണ്ട്. 5 കിലോ അരി ആരോ കൊടുത്തതാ. 5 കിലോ അരി പെരുന്നാളിന്റെ അന്ന് അയാൾക്കും കുട്ടിയേക്കും ചോറ് വെക്കാനേ 1 കിലോ അരി മതി എങ്കിൽ ആ 4 കിലോ അരി കൊണ്ട് അയാൾ ഫിത്ർ സക്കാത്ത് കൊടുത്തോണം. നമുക്ക് മനസ്സിലായോ? ഫിത്ർ സക്കാത്ത് ആരാ കൊടുക്കേണ്ടേ? ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട ആധാരം പറമ്പുള്ളവരല്ല. പെരുന്നാൾ ദിവസത്തെ ഭക്ഷണത്തിനുള്ള വക കഴിച്ച് പിന്നെ എന്ത് കയ്യിൽ ബാക്കിയുണ്ടോ കൊടുത്തോണം. ഈ കൂട്ടത്തിൽ ആരാ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതില്ലാത്ത ആളുണ്ടാവുക? എല്ലാവരും കൊടുത്തോണം. ഇവിടെ നമ്മുടെ പള്ളിയില് ഏറ്റവും നല്ല രൂപത്തില് അത് പിരിച്ചെടുത്ത് അതിന്റെ അർഹരായ ആളുകൾക്ക് ആസൂത്രിതമായിട്ട് എത്തിക്കുന്ന ഒരു നല്ല സംവിധാനം ഈ പള്ളി കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഒരാളിൽ നിന്ന് ഫിത്ർ സക്കാത്തിന്റെ വിഹിതമായിട്ട് എത്ര വാങ്ങുന്നത്? 160 റുപ്യ ഒരാളെ. അതായത് 2.5 ഈ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണ്? പ്രവാചകന്റെ കാലത്തെ അളവും നമ്മുടെ കാലത്തെ കിലോഗ്രാമിലേക്കുള്ള അളവും വന്നപ്പോ കുറെ അഭിപ്രായ വ്യത്യാസമല്ലേ. 2 കിലോ, 2.25 കിലോ, 2.300, 2.500, 2.700 പല അളവുണ്ട്. അപ്പൊ നമ്മൾ ക്രോഡീകരിച്ച് ഒരളവ് നിശ്ചയിച്ചത് കാരണം ആ അളവിലുള്ള മുഖ്യധാന്യം അരിയാണ്. ആ അരിയുടെ വിലയാണ് ഈ 160 എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മുടെ വീട്ടിൽ എത്ര ആളുണ്ടോ? 5 ആളുണ്ടെങ്കിൽ 500, 530, 300, 800 റുപ്യ. ഒരാളെ വീട്ടിൽ 5 ആളുണ്ട്, 800 റുപ്യ കൊടുക്കാൻ മുമ്പ് കാശില്ല, ഗതിയില്ല എങ്കിൽ ഒരാളതേ കൊടുക്കാണ്ടെങ്കിൽ അത് കൊടുക്കുക. 2 ആളത് കൊടുക്കാണ്ടാവോ? അത് കൊടുക്കുക. 3 ആളത് കൊടുക്കാണ്ടായി. നമ്മുടെ വീട്ടില് ശവ്വാലിന്റെ മാസപ്പിറവി 6:50 കണ്ടത്. 6:49 നമ്മുടെ മോള് പ്രസവിച്ചിട്ടുണ്ടെങ്കിലേ ആ 49 ജനിച്ച കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടിക്ക് വരെ നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുത്തോളണം. അതാണ് നമ്മുടെ വീട്ടിലൊരു വല്യമ്മ ഉണ്ടായി. 6:38 മാസപ്പിറവി കണ്ട് 6:41 വല്യമ്മ മരിച്ചു. പക്ഷെ മാസപ്പിറവി കണ്ട സമയത്ത് വല്യമ്മ ജീവനോടുള്ളതുകൊണ്ടേ ആ വല്യമ്മക്കും നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുത്തോളണം. അതാണ് ഫിത്ർ സക്കാത്ത്. ഇത്ര കണ്ടീഷനാണ്. എന്തിനാ ഫിത്ർ സക്കാത്ത് അറിയോ? റസൂൽ പറഞ്ഞത് 2 കാര്യം. ഒന്ന്, നോമ്പുകാരന്റെ നോമ്പിലുണ്ടായ അപാകതകൾ പരിഹരിക്കാൻ. നമ്മളെ ഒരു നോമ്പ് പറഞ്ഞാലേ, ഒരു നോമ്പ് ശരിക്കും അള്ളാഹ് സ്വീകരിച്ചാലേ 70 കൊല്ലത്തെ ദൂരം നരകത്തുനിന്ന് അകറ്റുന്ന ആ ഒരു നോമ്പില് ഒരു ചെറിയ അപാകത ഉണ്ടായിട്ട് ആ നോമ്പ് പടച്ചോൻ തള്ളിക്കളതിനേക്കാൾ എത്ര നല്ലതല്ലേ? ഒരു 1.5 കിലോ അരി കൊടുത്തിട്ട് ആ അപാകത പരിഹരിക്കുമെങ്കിൽ 1.5 നാളെ മാഴ്സറി നമ്മൾ പറയും 1.5 കിൻഡൽ റബ്ബേ എന്റെ നോമ്പ് സ്വീകരിക്കുമോ? ഉണ്ടാവില്ല. അപ്പൊ കൊടുത്തോണ്ടി. അപ്പൊ എല്ലാവരും ആ ഫിത്ർ സക്കാത്ത് ഭംഗിയായിട്ട് ചെയ്യുക. വാങ്ങുന്ന ആളുകള് ഫിത്ർ സക്കാത്ത് ശേഖരിച്ചു വാങ്ങുന്ന ഒരു കമ്മിറ്റി ഉണ്ടാവുമല്ലോ, ആ കമ്മിറ്റി പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ഉത്തരവാദിത്തമാണ്. അത് അർഹർക്ക് കൃത്യമായ സമയത്ത് എത്തിച്ചു കൊടുക്കാൻ വളരെ കൃത്യമായ എന്താ പറയാ ആസൂത്രിതമായ നടപടിക്രമങ്ങൾ ഉണ്ടാവണം. ഇതാണ് ഒന്ന് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തേത്, ഞാൻ എപ്പോഴും പറയാറുള്ള എന്റെ നാട്ടിലെ ചുങ്കത്തറയിലെ നജാത്തുൽ അനാം എന്ന ഒരു ഒരു യത്തീംഖാനയുണ്ട്. 150 കുട്ടികളുണ്ട്. ഒരു നിവൃത്തിയില്ലാത്ത കുട്ടികളാണ്. ആ കുട്ടികളെ സംരക്ഷിക്കാനുള്ള സഹായം ഈ പള്ളിയിൽ നിന്ന് എല്ലാ റമദാനിലും ഏറ്റവും നല്ല രൂപത്തിൽ കിട്ടാനുണ്ട്. 40,000 റുപ്യ ഒരു കുട്ടിക്ക് ഒരു കൊല്ലത്തിൽ വേണം. അങ്ങനത്തെ 15 കുട്ടികളുണ്ട്. ഒരു ദിവസത്തെ ഭക്ഷണത്തിന് മാത്രം സാധാ ഭക്ഷണത്തിന് 15,000 വേണം. നോമ്പ് തുറക്കാൻ 15,000 വേണം. ഒരു ബുക്കിന്, പെന്നിന്, ചെരുപ്പിനൊക്കെ വേണം. ഈ റമദാനിൽ നിങ്ങളുടെ സക്കാത്തിന്റെ ഒരു വിഹിതം, അമൂല്യമായ സദഖയുടെ ഒരു വിഹിതം നിങ്ങൾ ഈ സ്ഥാപനത്തിന് വേണ്ടി മാറ്റിവെക്കണം. അത് നിങ്ങൾ ഇന്നത്തെ ദിവസം ആ സക്കാത്ത് നിങ്ങൾ മാറ്റിവെക്കുക. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ആ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഒരു കളക്ഷൻ നിസ്കാര ശേഷം ഉണ്ടായിരിക്കും, മറക്കരുത്. والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوة يا قاضي الحاجات اللهم تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم ربنا اغفر لنا ولوالدينا اللهم ربنا ارحمهما كما ربياني صغيرا അല്ലാഹുവേ, അടുത്ത കാലാവർഷയും ചൂടുമൊക്കെ ഞങ്ങൾക്ക് നീ മഴ തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ അഗ്ഹിത്നാ അല്ലാഹുമ്മ അഗ്ഹിത്നാ അല്ലാഹുമ്മ അഗ്ഹിത്നാ
اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على محمد وعلى آله وصحبه أجمعين الحمد لله رب العالمين.